जॉन चैप्टर 8 वर्सेस 12 में हम लोग अपने ध्यान को लेके आएंगे. पिछले दिनों से वी आर स्टडिंग पर्टिकुलर वर्स. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം ഇതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. तब यीशु ने फिर लोगों से कहा, जगत की ज्योति मैं हूँ, जो मेरे पीछे हो लेगा वो अंधकार में ना चलेगा परंतु जीवन की ज्योति पाएगा. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഈ जॉन चैप्टर 6, 7, 8, 9 ये सारा चैप्टर्स जो है कनेक्टेड ചാപ്റ്റേഴ്സ് है. യോഹന്നാന്റെ സുവിശേഷം 6, 7, 8, 9 മുതലായതായ അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കുന്നതായ അധ്യായങ്ങൾ അത്രയും. और ये कनेक्शन क्या है करके हम लोगों को देखने की बहुत जरूरत है. ഇതിനകത്ത് എന്താണ് ഇത് തമ്മിലുള്ളതായ കണക്ഷൻ എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. चैप्टर 6 में हम लोग देखते हैं कि पेसहा का टाइम है. यीशु मसीह 5000 लोगों को रोटी खिलाया और मछली खिलाया. 6-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് പെസഹയുടേതായ ആ ഒരു സമയം. ആ സമയത്ത് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് യേശു ഭക്ഷണം കൊടുക്കുന്നു. चैप्टर 6 में यीशु मसीह पानी के ऊपर चलता है. 6-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് യേശു വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നു. तो जॉन हम लोगों को ओल्ड टेस्टमेंट का मोसेस का वो पेसहा को पिक्चर में लेके आ रहा है चैप्टर 6 में. 6-ാമത്തെ അധ്യായത്തിൽ പഴയ നിയമകാലത്തിലെ മോശയുടെ കാലത്തിൽ ഉണ്ടായിരുന്നതായ പെസഹയെ പറ്റിയാണ്, അതിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളാണ് യോഹന്നാൻ കാണിക്കുന്നത്. यीशु मसीह वो पेसहा लैम्ब है जो हमको छुटकारा देने के लिए आया है. और जिस तरह लाल समुद्र को पार करके गया, यीशु मसीह पानी के ऊपर चलकर उस पार जाता हुआ पिक्चर है चैप्टर 6 में. യേശു കർത്താവ് ആ ഒരു പെസഹ കുഞ്ഞാടിനെ പോലെ അതിന്റെ അറക്കപ്പെടലിലൂടെ ആ ഒരു രക്ഷ നേടിത്തരികയും ആ ചെങ്കടലിനെ പിളർന്നതിന് ഉതകുന്നതായ നിലവാരത്തിൽ യേശുവും ആ വെള്ളത്തിന്റെ മുകളിൽ കൂടി നടന്ന് അക്കരെ പോകുന്നതായിട്ട് നാം കാണുന്നു. लेकिन अगला चैप्टर में जब हम आएंगे, वही सेम 6th चैप्टर में जब हम आएंगे तो दूसरा एक पिक्चर को देख सकते हैं. मन्ना स्वर्ग से परमेश्वर ने मूसा के जरिए से दिया. यहाँ पर आएंगे तो यीशु मसीह 5000 लोगों को खिलाता हुआ देखते हैं. അടുത്തതായിട്ട് 6-ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന ഇറക്കി ഇസ്രായേൽ മക്കളെ പോഷിപ്പിക്കുന്നത് പോലെ യേശു ഇവിടെ അപ്പം കൊടുത്ത് ജനങ്ങളെ പോഷിപ്പിക്കുന്നു. स्वर्ग से उतरा हुआ निकला हुआ मन्ना था ओल्ड टेस्टमेंट में, वो लोग खाकर मर गए. ആ പഴയ നിയമത്തിൽ മന്ന പെയ്തിറങ്ങിയതിനെ അവർ ഭക്ഷിച്ച് അവർ മരിച്ചു. लेकिन स्वर्ग से उतर किया हुआ जीवन का रोटी यीशु मसीह करके बता रहा है. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം അത് യേശു ക്രിസ്തു ആകുന്നു എന്ന് ഇവിടെ പഠിപ്പിക്കുന്നു. और जो यीशु को खाएगा वो नहीं मरेगा बल्कि हमेशा की जिंदगी को पाएगा. അങ്ങനെ ഈ യേശുവിനെ ഭക്ഷിക്കുന്നവര് പിന്നെ മരിക്കുകയല്ല, പ്രത്യുത നിത്യമായി ജീവിക്കും എന്ന് ഇവിടെ പഠിപ്പിക്കുന്നു. तो चैप्टर 6 में ओल्ड टेस्टमेंट का एक्सोडस नंबर्स का एक पिक्चर को हम लोग देख सकते हैं. അങ്ങനെയാണെങ്കിൽ ഈ 6-ാമത്തെ അധ്യായത്തിൽ പഴയ നിയമത്തിലെ പുറപ്പാട് സംഖ്യാ പുസ്തകത്തിൽ നിന്നുള്ളതായ ചില കാര്യങ്ങളെ പറ്റി നാം കാണുന്നു. समुद्र से पार होकर ये लोग बाहर आगे छुटकारा पाकर बाहर आगे मेमने के लहू से ഇവര് കുഞ്ഞാടിന്റെ രക്തത്താൽ ഇവർ ചെങ്കടൽ കടന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. मरुभूमि में आकर परमेश्वर ने उनको मन्ना खिलाया. അതിനുശേഷം അവർ മരുസ്ഥലത്ത് വന്നപ്പോൾ ദൈവം അവരുടെ വിശപ്പടക്കുവാൻ തക്കവണ്ണം മന്ന കൊടുക്കുന്നു. और उनको मरुभूमि में खाना दिया कर हम लोग देखते हैं. അവർക്ക് ഭക്ഷണം നൽകി അവരെ പോഷിപ്പിക്കുന്നതായി നാം കാണുന്നു. सेम पिक्चर को चैप्टर 6 में भी जीसस करता हुआ हम लोग को देख सकते हैं. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതേപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് യേശുവും ചെയ്യുന്നതെന്ന് നാം കാണുന്നു. चैप्टर 7 में जब हम लोग आएंगे तब യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ उससे पहले चैप्टर 6 में जॉन हमको क्या बताना चाहता है? എന്തായിരുന്നു 6-ാമത്തെ അധ്യായത്തിലൂടെ യോഹന്നാൻ നമ്മളോട് പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചത്? जीसस इज द पासओवर लैम्ब. यीशु मसीह पेसहा का उस मेमना है. യേശു ആ പെസഹ കുഞ്ഞാടാകുന്നു എന്ന് താൻ നമ്മെ പഠിപ്പിക്കുന്നു. दूसरा, यीशु मसीह मूसा से भी अच्छा एक एक्सोडस नहीं तो क्रूज को हमें देना चाहता है. അടുത്തതായിട്ട് മോശയിൽ കൂടി ഉണ്ടായതിലും വളരെ മേൽത്തരമായതായ ഒരു പുറപ്പാട് യേശു നമുക്ക് നൽകി തരുവാൻ വേണ്ടി ഉതകുന്നു എന്ന് താൻ പഠിപ്പിക്കുന്നു. मूसा ने फरो से हमें छुड़ाया, इस्राएल को छुड़ाया, मिस्र से छुड़ाया. तो
പറഞ്ഞതിന്റെ താല്പര്യം മോശ ഫറവോനിൽ നിന്നല്ല മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നാണ് വിടുവിച്ചതെങ്കിൽ यीशु मसीह मृत्यु से हमें जीवन की ओर छुटकारा देता है। അതേസമയം യേശു കർത്താവ് നമ്മളെ മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള വിടുതലാണ് നമുക്ക് നൽകി തരുന്നത്. पाप से हमें मुक्ति की ओर छुटकारा देता है। പാപത്തിൽ നിന്ന് മുക്തിയിലേക്ക്, അതിന്റെ വിടുതലിലേക്ക് യേശു നമ്മളെ നടത്തുന്നു. नेक्स्ट पिक्चर चैप्टर 6 का जीसस इज द हेवनली मन्ना। അടുത്തതായിട്ട് 6-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് യേശു കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മന്നയാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. चैप्टर 7 में दूसरा एक फेस्टिवल को देख सकते हैं। അടുത്തതായിട്ട് 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മറ്റൊരു ഒരു ഫെസ്റ്റിവലിനെ കാണുന്നു. झोपड़ियों का पर्व को हम लोग देख सकते हैं। 7वां अध्याय उसका दूसरा वचन को हम लोग देख सकते हैं। അവിടെ നമുക്ക് 2-ാമത്തെ വാക്യം, അവിടെ കൂടാര പെരുന്നാൾ എന്നൊരുതായ പെരുന്നാളിനെ പറ്റി നാം കാണുന്നു. इस फेस्टिवल में लोग जो है अपने घरों से निकलकर जो है ऐसा टेम्पररी बूथ बनाकर उनके अंदर स्टे करते हैं। ഈ പെരുന്നാളിന്റെ പ്രത്യേകത, ഇവർ വസിക്കുന്നതായ ഭവനങ്ങളിൽ നിന്ന് ഇവരെ മാറി ഇവർ കൂടാരമടിച്ച് അതിൽ വസിക്കുന്നതായി നാം കാണുന്നു. ये 2020 का सुकोत, नहीं तो ये फेस्टिवल का नाम है सुकोत फेस्टिवल का एक पिक्चर है आप लोग के सामने। ഇവിടെ നാം കാണുന്നത് 2020 നടന്നതായ അപ്രകാരമുള്ളതായ ഒരു പെരുന്നാളിൽ നിന്നുള്ളതായ ഒരു ചിത്രമത്രേ. क्यों ये लोग ऐसे क्यों करते हैं? എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? पीछे आप बिल्डिंग देख सकते हैं, उनको घर है ऑलरेडी। നോക്കുക, ആ ചിത്രത്തിൽ അതിന്റെ പുറകിൽ നോക്കിയാൽ ഉറപ്പുള്ളതായ ഭവനങ്ങൾ അവർക്കുണ്ട്. लेकिन ये क्यों टेम्पररी कैंप क्यों बनाते हैं, टेंट क्यों बनाते हैं? എന്തുകൊണ്ടാണ് എന്നിരുന്നാലും ഇവർ ഇങ്ങനെ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നതായ കൂടാരം പണിയുന്നത്? उनके बाप दादाओं को किस तरह परमेश्वर ने 40 इयर्स मरुस्थल में चलाया, उसकी यादगार के लिए करते हैं। ഇത് എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവരുടെ പിതാക്കന്മാരെ ദൈവം 40 ആണ്ട് മരുഭൂമിയിൽ കൂടി എപ്രകാരം നടത്തി എന്നതിന്റെ ഓർമ്മയ്ക്കത്രേ അവർ ഇത് ചെയ്യുന്നത്. तो उस जमाने में कंस्ट्रक्शन वाला बिल्डिंग नहीं था। നമുക്കറിയാം, ആ മരുസ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നതായ കെട്ടിടങ്ങളില്ലായിരുന്നു. टेम्पररी घर था और ऐसे झोपड़ियों को लगाकर लोग रहते थे। താൽക്കാലികമായി കൂടാരങ്ങളെ അവർ പണിത് അത് മാറ്റി അടിച്ച് അവർ ജീവിച്ചിരുന്നു. तो उनके बच्चों को सिखा रहे कि हमारा ग्रेट ग्रैंडफादर ऐसे घर में रहते थे करके। ഈ ഒരു പെരുന്നാളുകളിലൂടെ അവര് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ഇങ്ങനെ വസിച്ചിരുന്നു എന്നുള്ളത് അത്രയും. ये फेस्टिवल में नहीं तो सुकोत में 2 प्रकार के बात होते हैं। ഈ കൂടാര പെരുന്നാൾ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് സുക്കോത്തിൽ 2 കാര്യങ്ങൾ നടക്കുന്നു. नंबर 1, आप लोग जिस तरह फोटो में देख सकते हैं, प्रीस्ट लोग जो शीलोहाम में जाकर पानी को लेके आकर ऑल्टर में फेंकते हैं। അതിനകത്ത് ഒന്നാമതായിട്ട് ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ പുരോഹിതന്മാർ ശിലോഹാമിൽ ചെന്നിട്ട് അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് ആൾട്ടറിൽ ഒഴിക്കുന്നു. और दूसरा बात जो है, इस फेस्टिवल के उस टाइम पर लाइट भी जलाते, पिलर्स होता है टेंपल में, पिलर्स में लाइट जलाते हैं। അടുത്തതായിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അവിടെ ദൈവത്തിന്റെ മന്ദിരത്തിൽ ഇങ്ങനെ തൂണുകളിന്മേൽ അവർ വിളക്കുകൾ കത്തിച്ചിരുന്നു. ये दोनों बातें ये फेस्टिवल में बहुत इंपॉर्टेंट बात है। ഈ 2 ക്രിയകൾ ആ പെരുന്നാളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു. प्रीस्ट लोग ऐसा पानी फेंकता हुआ, लोग उसके पीछे खड़ा होकर, जब यीशु ने देखा, यीशु जॉन 7:37 में पुकार कर कहा, जो प्यासे है मेरे पास और मैं तुम्हें जीवन का जल दूंगा। അത് നോക്കുക, അപ്രകാരം ഈ പുരോഹിതന്മാർ വെള്ളം ഇങ്ങനെ തളിക്കുന്നത് കണ്ടപ്പോൾ, ജനം അതിനെ പിൻപറ്റുന്നത് കണ്ടപ്പോൾ, യേശു ഉത്സവത്തിന്റെ മഹാദിനമായ ദിനത്തിൽ അവിടെ നിന്നുകൊണ്ട് പറയുന്നത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ये पानी तुम्हारे प्यास को नहीं मिटाएगा। എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നതായ ഈ ജലത്തിന് നിങ്ങളുടെ ദാഹത്തെ തീർക്കുവാൻ കഴിയുകയില്ല. जीसस है ट्रू लिविंग वाटर, नहीं तो होली स्पिरिट को देने वाला। എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശുക്രിസ്തു അത്രയാ ജീവനുള്ള ജലമായ പരിശുദ്ധാത്മാവ് നൽകുന്നവൻ. नेक्स्ट लाइट जलाते हैं उजाला को। അടുത്തതായിട്ട് നാം കാണുന്നു, തൂണിന്മേൽ അവർ ആ വിളക്കുകളെ കത്തിക്കുന്നു. वो लाइट पिलर के ऊपर लगाने के वक्त टेंपल का एरिया रोशनी हो जाता है। ആ തൂണിന്മേൽ ആ വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് ആ മന്ദിരത്തിന് ചുറ്റുമുള്ളതായ സ്ഥലങ്ങളൊക്കെയും പ്രകാശിക്കുന്നു. तो यीशु ने ये लाइट को देखकर बोला कि आई एम द लाइट ऑफ द वर्ल्ड, मैं दुनिया का नूर हूं करके यीशु मसीह ने അതെ, कहा। അവിടെ ഇപ്രകാരം ഈ വിളക്കിനെ കൊളുത്തുന്നത് കണ്ടപ്പോൾ യേശു അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. लोगों का ब्लाइंडनेस को निकालने के लिए मैं इस धरती पर आया। അത് ജനത്തിന്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ അന്ധതയെ മാറ്റുവാൻ തക്കവണ്ണം ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് താൻ പറയുന്നു. यीशु मसीह एज ए लाइट has
come to the world, दुनिया में है because the world is in darkness, अंधेरे में है दुनिया. നോക്കുക, യേശു ലോകത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്നതിന്റെ കാരണം ലോകം അന്ധകാരത്തിലായിരുന്നത്രേ. हमने पिछले क्लासेस में हमने देखा था, കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടത്, doesn't matter निकोदेमोस भी हो वो अंधेरे में है. അതെ, അത് നിക്കോദിമോസ് ആയിരുന്നാൽ കൂടിയും താനും അന്ധകാരത്തിലായിരിക്കുന്നു എന്ന് നാം പഠിച്ചു. बाइबल अच्छे से सिखाता वो व्यक्ति है. താൻ വളരെ നല്ലതായിട്ട് ദൈവത്തിന്റെ വചനം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനായിരുന്നു. शामरी स्त्री भी अंधेरे में है. അത് ശമരിയ സ്ത്രീയും ഈ പ്രകാരം അന്ധകാരത്തിലായിരുന്നു. तो शामरी स्त्री हो या निकोदेमोस हो, दोनों तरीके के लोग जो है अंधेरे में है कर हम लोग देख सकते നമ്മൾ हैं. പഠിച്ചത് ഇപ്രകാരം ശമരിയ സ്ത്രീയെ പോലെയും നിക്കോദിമോസിനെ പോലെയും സമൂഹത്തിൽ രണ്ട് വ്യത്യസ്ത തട്ടുകളിൽ നിൽക്കുന്നവർ പോലും അന്ധകാരത്തിലത്രേ. हम लोग के नजर में निकोदेमोस कभी भी एक अंधेरे में करके हमें नहीं लगेगा. കാരണം നിക്കോദിമോസിനെ പോലെ ഉള്ളതായ ഒരു വ്യക്തി അന്ധകാരത്തിലായിരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും നനയ്ക്കുവാൻ സാധ്യമല്ല. क्योंकि ओल्ड टेस्टमेंट अच्छे से आता है उसको पढ़ने के लिए, എന്തുകൊണ്ടെന്നാൽ പഴയ നിയമത്തെ നല്ലവണ്ണം പഠിപ്പിക്കുന്നവനാണവൻ. और गुरु है वो, उस्ताद है वो, അതെ, താനൊരു ഗുരുവായിരിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനാണ്. और इस्राएल का लीडर भी है वो, ഇസ്രായേലിലെ ഒരു പ്രമാണിയാണ്. एक अच्छा एग्जाम्पल वाला व्यक्ति है वो. അതെ, മറ്റുള്ളവർക്ക് അനുകരിപ്പാൻ തക്കവണ്ണം മാതൃകാ ജീവിതം നയിക്കുന്നവനാണ്. लेकिन हमको मालूम है ये सबसे कोई फायदा नहीं है. എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. वो भी अंधेरे में है कर जीसस कहता है. എന്തുകൊണ്ടെന്നാൽ ഈ നിക്കോദിമോസും ഇരുളിലായിരിക്കുന്നു എന്ന് യേശു പറയുന്നു. दुनिया का बेस्ट रिलीजियस पर्सन भी अंधेरे में है. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ല റിലീജിയസ് ആയിട്ടുള്ള മനുഷ്യനും അന്ധകാരത്തിലത്രേ. दुनिया का सबसे बड़ा पापी शामरी स्त्री भी अंधेरे में है. അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പാപികളിൽ എണ്ണപ്പെട്ട ശമരിയ സ്ത്രീയും അന്ധകാരത്തിലത്രേ. तो दुनिया के इस अंधकार को, ब्लाइंडनेस को, स्पिरिचुअल ब्लाइंडनेस को हटाने के लिए यीशु मसीह इस धरती पर आया है. ലോകത്തിൻ്റെതായ ഇപ്രകാരമുള്ളതായ അന്ധകാരത്തെ അല്ലെ ആത്മീക അന്ധതയെ മാറ്റുവാൻ തക്കവണ്ണം യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നു. अभी 7-8 चैप्टर हो गए. 9th चैप्टर में जब हम लोग आएंगे, ഇനി നമുക്ക് യോഹന്നാൻ സുവിശേഷം 7-8 കഴിഞ്ഞിട്ട് 9-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. उससे पहले 7 और 8 चैप्टर हमको क्या बताता है? എന്താണ് 9-ന് മുമ്പേ 7-8 അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്? Jesus gives living water. യേശു ജീവനുള്ള ജലം നമുക്ക് നൽകി തരുന്നു. That is Holy Spirit. എന്താണ് ഈ ജീവനുള്ള ജലം? അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവത്രേ. Jesus is the light. അടുത്തതായിട്ട് നാം കാണുന്നു യേശു അത്രേ വെളിച്ചം. यशायाह चैप्टर 42 का 6 जब हम लोग पढ़ेंगे, യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നാം വായിക്കും. मेशिया के बारे में लिखा है कि he will be the light to the nations, जातियों के लिए ज्योति होगा करके അവിടെ लिखा നാം है. വായിക്കുന്നത് അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചമായി ഉള്ളവനാണവൻ. यशायाह चैप्टर 60 verses 19 till 22 पढ़ेंगे तो भी लिखा है कि मेशिया will be the light of the world. അവിടെ 60-ാമത്തെ അധ്യായത്തിലും നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് തൻ ലോകത്തിന്റെ വെളിച്ചമായിരിക്കും. 60-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ളതായ വാക്യത്തിൽ जकरिया चैप्टर 14 verses 5 to 8 आप लोग बाद में घर में जाकर पढ़िएगा. അതെ, സെക്കറിയാ പ്രവചനം 14-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും നാം പിന്നത്തേതിൽ പോയി ഭവനത്തിൽ വായിച്ചു കൊള്ളുക. उधर आप लोग देखिए, वहां पर 2 इमेजेस को आप लोग देख सकते हैं. അവിടെ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. लिविंग वाटर के बारे में लिखा है, നോക്കുക, ഒന്ന് ജീവനുള്ള ജലത്തെ പറ്റി പറയുന്നു, दूसरा लाइट के बारे में लिखा है. രണ്ടാമതായിട്ട് വെളിച്ചത്തെ പറ്റി പറയുന്നു. तो मेशिया जब ये आएगा अपने लोगों को लाइट देगा, अपने लोगों को लिविंग वाटर देगा कर ओल्ड टेस्टमेंट में ऑलरेडी प्रॉमिस किया हुआ बात है. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തതാണ് തന്റെ മശിഹ വരുമ്പോൾ ജീവനുള്ള ജലവും വെളിച്ചവും തന്റെ ജനത്തിന് നൽകുമെന്നുള്ളത്. ये सब जो हो रहा है, इट इज नॉट समथिंग न्यू, ये कुछ नया बात नहीं है. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ യോഹന്നാൻ സുവിശേഷത്തിൽ നാം സംഭവിക്കുന്നതായി കാണുന്നത് പുതുതായുള്ള ഒരു കാര്യമല്ല. ये ओल्ड टेस्टमेंट में मेशिया के बारे में ऑलरेडी वादा किया हुआ बात है. പ്രത്യുത പഴയ നിയമത്തിൽ മശിഹ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് ദൈവത്താൽ വാഗ്ദത്തം നൽകപ്പെട്ട വിഷയങ്ങൾ അത്രേ. जब जीसस आया, जीसस ने उसको पूरा किया. അതെ, യേശു ഭൂമിയിൽ വന്നപ്പോൾ യേശുവിന്റെ ജീവിതത്തിലൂടെ അതിന്റെ പൂർത്തീകരണം അത്രേ സംഭവിച്ചത്. तो ओल्ड टेस्टमेंट का फेस्टिवल हो, सैक्रिफाइस हो, पास ओवर हो, लैम्ब हो, प्रीस्ट हो, ये सब आने वाला
चीज का साया था, शैडो था. അങ്ങനെയാണെങ്കിൽ പഴയ നിയമം നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്നതായ പുരോഹിതന്മാർ, അവിടെ കാണുന്നതായ പെരുന്നാളുകൾ, ബലികൾ, അവിടെ കണ്ടതായ ആ പെസഹ കുഞ്ഞാട്, ഇതൊക്കെ സംഭവിപ്പാനുള്ളതിന്റെ നിഴൽ മാത്രമായിരുന്നു. अगर मेरा बच्चे लोग मेरा शैडो को प्रेम करेगा तो मुझे कैसा लगेगा? അത് എന്റെ കുഞ്ഞുങ്ങള് എന്റെ നിഴലിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ എനിക്ക് എന്തോ തോന്നും? मेरा ही शैडो है वो, അത് നിഴല് എന്റെ തന്നെയാണ്. लेकिन रियल आदमी सामने खड़ा है. എന്നാൽ യഥാർത്ഥ മനുഷ്യൻ നിഴലല്ല, മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. इसी तरह जीसस जब भी आए तो लोग ने बोला नहीं हमको शैडो ही पसंद है. എന്നാൽ എന്താ സംഭവിച്ചത്? യേശു ലോകത്തിൽ കടന്നു വന്നപ്പോൾ ജനം പറയുന്നത് യാഥാർത്ഥ്യമായതിനെ അല്ല, പ്രത്യുത അതിന്റെ നിഴലിനെ അത്രേ ഞങ്ങൾക്ക് വേണ്ടത്. यीशु देता हुआ लिविंग वाटर नहीं चाहिए, वो शीलोहम का पानी काफी है. അതെ, യേശു കൊടുക്കുന്നതായ ജീവനുള്ള ജലമല്ല വേണ്ടത്, അതിന്റെ നിഴലായിരുന്ന ശിലോഹാമിലെ ജലം ഞങ്ങൾക്ക് മതി. यीशु बोलते कि मुझे खाओ नित्य जीवन मिलेगा, वो लोग बोलते हैं ऊपर से मन्ना चाहिए हमको. അതെ, യേശു പറയുന്നത് എന്നെ ഭക്ഷിച്ച് നിത്യജീവനെ കരസ്ഥമാക്കുക. അവർ പറയുന്ന അല്ലല്ല, ഞങ്ങൾക്ക് മന്ന മതി. तो आज भी प्रॉब्लम यही है. അതെ, ഇന്നത്തെ കാലഘട്ടത്തിലും ഇതത്രേ പ്രശ്നമായി ഭവിച്ചിരിക്കുന്നത്. लोग ट्रेडिशन में बहुत स्टीप्ड हो गए, गिर गए ट्रेडिशन में. അതെ, പലരും പാരമ്പര്യത്തിലേക്ക് ആഴ്ന്നു വീണിരിക്കുന്നു. जीसस रियल सामने और जीसस रियल नहीं चाहिए. അവർക്ക് ആർക്കും യഥാർത്ഥ ക്രിസ്തു അവരുടെ കണ്ണിന് മുമ്പിൽ ഉള്ളത് അവർക്ക് വേണ്ട. जीसस देता हुआ रियल चीजें नहीं चाहिए. യേശുവിൽ നിന്ന് യാഥാർത്ഥ്യമായി ലഭിക്കുന്നതും അവർക്ക് വേണ്ട. तो ट्रेडिशन में डूबा हुआ बहुत सारे लोग चर्चेस में है. അങ്ങനെ പരമ്പരാഗതമായ കാര്യങ്ങളിൽ വീണിരിക്കുന്ന അനേകര് സഭകളിലുണ്ട്. दूसरा टाइप के लोग कौन है? അടുത്തതായ നിലവാരത്തിലുള്ള വ്യക്തികൾ ആരാണ്? उनको रियल ब्रेड नहीं चाहिए, उनको इधर का ब्रेड चाहिए. അതെ, അവർക്ക് യഥാർത്ഥ അപ്പമല്ല വേണ്ടത്, അവർക്ക് ലൗകികമായ അപ്പം മതി. तो इसके लिए यीशु के पीछे आया हुआ है. നോക്കുക, ഇതിനൊക്കെ വേണ്ടി യേശുവിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നവർ. छुटकारा चाहिए, चमत्कार चाहिए, चंगाई चाहिए. അവർക്ക് വിടുതൽ വേണം, അത്ഭുത പ്രവർത്തികൾ വേണം, അടയാളങ്ങൾ വേണം. छुटकारा चंगाई चमत्कार जिधर ज्यादा प्रचार करेगा उधर 5 लाख लोग आएगा. അത് എവിടെയാണോ ഇപ്രകാരമുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ആശ്ചര്യ പ്രവർത്തികൾ ഒക്കെ കൂടുതലായി പ്രസംഗിക്കപ്പെടുന്നു, അവിടെ 5 ലക്ഷം ആൾക്കാരിൽ കൂടുതൽ വരും. तो हम लोग 5 लाख लोगों को देख कर बोलेगा अरे बड़ा मिनिस्ट्री है. അങ്ങനെ ഈ 5 ലക്ഷം ആൾക്കാർ കൂടുന്ന ഒരു കൂട്ടായ്മ കണ്ടാൽ നമ്മൾ എന്ത് അഭിപ്രായപ്പെടും? അയ്യോ, വലിയൊരു മിനിസ്ട്രി അത്രയും. अरे छुटकारा चमत्कार चंगाई किसको नहीं चाहिए? ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ വേണ്ടാത്തതായിട്ടുള്ളത്? दुनिया में सबको चाहिए छुटकारा चंगाई चमत्कार. അതെ, ലോകത്തിൽ ആരോട് ചോദിച്ചാലും അവർക്കെല്ലാം വിടുതലും അത്ഭുതവും അടയാളവും ആവശ്യമാണ്. वो सुन के आने के लिए ज्यादा प्रॉब्लम नहीं है, ज्यादा खर्चा नहीं है. അതെ, അങ്ങനെയുള്ളതായ കാര്യങ്ങൾ കേട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുവാൻ വേണ്ടി വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. खुद लोग टैक्सी पकड़कर गाड़ी पकड़कर आएगा सुनने के लिए. നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കുവാൻ വേണ്ടി ജനം കാശ് മുടക്കി വണ്ടി പിടിച്ചു കടന്നു വരും. यीशु ने किधर कोई गाड़ी नहीं लगाया, लोग खुद आए यीशु को मिलने के लिए सेकंड टाइम. നമുക്കറിയാം, യേശു അവിടെ വണ്ടി വിട്ടല്ല ജനത്തെ കൂട്ടിയത്, പ്രത്യുത ജനങ്ങൾ തന്നെ യേശുവിനെ കാണാൻ വേണ്ടിയാണ് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. किसके लिए आया लोग यीशु को मिलने? ഇവര് എന്തിനായിരുന്നു യേശുവിനെ, ഈ അപ്പം ഭക്ഷിച്ചവർ വീണ്ടും യേശുവിനെ കാണാൻ इधर വന്നത്? का टेम्पररी रोटी मिलने के लिए आया. അതെന്തിനായിരുന്നു അവർ രണ്ടാമത് വന്നതെന്ന് ചോദിച്ചാൽ, മുമ്പേ കിട്ടിയ പോലത്തെ അപ്പം ഇനിയും കിട്ടും, അത് പ്രതീക്ഷിച്ചാണ് അവർ വന്നത്. अगर यीशु और एक बार रोटी देता तो? ഞാൻ ചോദിക്കട്ടെ, അവര് രണ്ടാമത് വന്നപ്പോഴും യേശു അവർക്കെല്ലാം അപ്പം കൊടുത്തായിരുന്നെങ്കിലോ? तीसरा दिन मीटिंग जाता था, അങ്ങനെ ആയിരുന്നെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം ഒരു മീറ്റിങ്ങിന് വന്നേനെ, चौथा दिन भी मीटिंग जाता था, നാലാമത്തെ ദിവസവും മീറ്റിങ്ങിന് വന്നേനെ. बहुत सारा भीड़ बढ़ गया यीशु को. വളരെ വലിയ പുരുഷാരം യേശുവിന് ചുറ്റും കൂടിയേനെ. जीसस ऐसा नहीं किया. എന്നാൽ യേശു അങ്ങനെയല്ല ചെയ്യുന്നത്. यीशु ने उनको जीवन का रोटी कहा कि मेरा मांस और मेरा लहू तुम्हें पीना है, तुम्हें जीवन मिलेगा. അതെ, യേശു എന്നാൽ അവരോട് മടങ്ങി വന്നവരോട് പറയുന്നത്, നിങ്ങൾ എന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുമെന്ന്. अरे उनके खुद के चेले छोड़कर चले गए. നോക്കുക, ഇപ്രകാരമുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ യേശുവിന്റെ സ്വന്തം ശിഷ്യന്മാർ തന്നെ ഉപേക്ഷിക്കുന്നു, भीड़ छोड़कर चले गए. പുരുഷാരം യേശുവിനെ ഉപേക്ഷിക്കുന്നു. बाकी यीशु ने मुड़ के देखा तो 12 लोग खड़ा है. അതെ, യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ 12 ശിഷ്യന്മാരുണ്ട്. 12 लोगों को पूछे तुमको भी जाना है क्या पूछा. എന്നാൽ യേശു ആ 12 ശിഷ്യന്മാര് ശേഷിച്ചവരോട് ചോദിക്കുന്നു, നിങ്ങൾക്കും പോകണമോ? तो पत्रोस कहता है कि किसके पास हम जाएं? എന്നാൽ പത്രോസ് അവിടെ ചോദിക്കുന്നത്, നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? क्योंकि नित्य जीवन का वचन तो तेरे हाथ में ही है. എന്തുകൊണ്ടെന്നാൽ നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ കയ്യിലല്ലോ ഉള്ളത്. फिर भी यीशु ने पत्रोस को बोला, എന്നാലും യേശു വീണ്ടും പത്രോസിനോട് പറയുന്നു, पीटर यू आर रॉन्ग. അതെ പത്രോസേ, നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. मैंने 12 लोगों को चुना ना, ഞാൻ 12 പേരല്ലയോ ഞാൻ തെരഞ്ഞെടുത്തത്, उसमें एक शैतान भी है. എന്നാൽ അതിൽ ഒരുവൻ പിശാചാകുന്നു. वो गया नहीं.
അവനും പോയില്ല വിട്ടിട്ട്. वो रुका हुआ है। അവൻ യേശുവിനോടൊപ്പം നിന്നു ഇതൊക്കെ കേട്ടിട്ടും. किसके लिए रुका है? എന്നാൽ അവൻ എന്തിനാണ് നിന്നത്? क्योंकि ट्रेजरर हाथ में पॉकेट में पैसा है। എന്തുകൊണ്ടെന്നാൽ ഈ കൂട്ടത്തിൽ പണസഞ്ചി സൂക്ഷിക്കുന്നത് യൂദയായിരുന്നു. छोड़ के जाएगा तो हाथ का पैसा जाएगा। അതെ, യേശുവിനെ ഇപ്പം വിട്ടേച്ചു പോയാൽ ഈ പണസഞ്ചി തിരിച്ചു കൊടുക്കേണ്ടി വരും. देखने में लगता है कि ट्रू बिलीवर है करके, അവനെ കണ്ടാലും തോന്നിയത് യേശുവിനെ വിട്ടുപോകാത്ത യഥാർത്ഥ വിശ്വാസിയാണെന്നാണ്. सब लोग देख के बोलेगा देखो सब लोग गए तो भी जूडस नहीं गया। നോക്കുക, എല്ലാവരും പുരുഷാരും ഒക്കെ നോക്കിയിട്ട് പറയും നമ്മളൊക്കെ വിട്ടുപോയെങ്കിലും യൂദ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. जूडस इज अ फेथफुल ब्रदर। താൻ ഒരു വളരെ വിശ്വസ്തനായ സഹോദരനായിരുന്നു. लेकिन यीशु मसीह कहता है कि ही इज अ डेविल। എന്നാൽ ഇങ്ങനൊക്കെ ലോകം ചിന്തിച്ചപ്പോഴും യേശു പറയുന്നത് അവൻ പിശാചാണ്. तो ऐसा भी हो सकता है। അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും സംഭവിക്കാം. लोगों के सामने अच्छा ब्रदर अच्छा सिस्टर होके अंदर डेविल होके भी जी सकता है। അത് സമൂഹത്തിന് മുമ്പാകെ നല്ല സഹോദരനും നല്ല സഹോദരിയും ഒക്കെ ആയി, എന്നാൽ ഉള്ളിൽ ഒരു പിശാചായി നിൽക്കുന്നവരും ഉണ്ടാകാം. तो जीसस के पीछे अलग अलग चीजों को ढूंढ कर लोग जाते थे। അങ്ങനെയെങ്കിൽ യേശുവിന്റെ പിന്നാലെ കൂടിയവർ പലവിധമാകുന്നതായ കാര്യങ്ങളുടെ നിവർത്തീകരണത്തിനാണ് കൂടിയത്. मैंने पिछले हफ्ता बोला वो बात शायद कुछ लोगों को पसंद नहीं आया होगा। ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. लोग जो है प्रोफेसी भी सुनने के लिए क्यों चाहते हैं? എന്തുകൊണ്ടാണ് ജനത്തിന് പ്രവചനം കേൾക്കുന്നത് ഇഷ്ടമായുള്ളത്? क्योंकि कल के बारे में क्या होगा करके टेंशन है। എന്തുകൊണ്ടെന്നാൽ നാളെ എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതിനെ പറ്റി അവൻ ചിന്താകുലനാണ്. ये अविश्वासी का भी टेंशन यही है ना। ഞാൻ പറയട്ടെ, അവിശ്വാസിയായ ഒരു മനുഷ്യന്റെ പ്രശ്നവും എന്താണ്? അവനും ഇത് തന്നെയാണ്. उसका भी टेंशन है कि कल क्या होने वाला है। അവന്റെ പ്രതിസന്ധി നാളെ എന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. अगर मैं उसको जाके बोलूं मैं बताऊंगा कल क्या होने वाला है, वो मेरे बात सुनेगा। അതെ, ഞാൻ അവനോട് കടന്നു ചെന്നിട്ട് നാളെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അവൻ കേൾക്കും. तो चर्चेस के अंदर ऐसे प्रोफेसी करेंगे तो बहुत अच्छा मीटिंग है करके हम लोग कहेंगे। അങ്ങനെയെങ്കിൽ ദൈവസഭയിൽ ഇങ്ങനെയുള്ളതായ പ്രവചനം ആരെങ്കിലും പറഞ്ഞാൽ ആ മീറ്റിംഗ് വളരെ നല്ലതാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെടും. कि मेरे पीछे चलकर अपना मेरा जुआ उठाकर सूली उठाकर चलो, ये कभी प्रोफेसी करके लगा हम लोगों को। ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് എന്നെ പിൻപറ്റുക, എന്റെ മുഖം സ്വീകരിച്ച് എന്നെ പിൻപറ്റുക എന്നുള്ളത് അത് ഒരു പ്രവചനമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? वो हम लोग को कभी प्रोफेसी करके लगा नहीं। ഈ ഒരു വാക്യം വായിച്ചിട്ട് അത് നമ്മളോടുള്ള ഒരു പ്രവചനമാണ് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? आज ज्यादातर प्रोफेसी जो है एक कॉमन प्रोफेसी दे देता है। അതെ, നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്തെ പ്രവചനങ്ങളൊക്കെ ഒരു പൊതുവായ പ്രവചനങ്ങളാണ്. अभी मैं बोलूंगा कि बहनों में से किसी बहुत कमर दर्द के साथ आया हुआ है। ഞാൻ ഇപ്പൊ ഇവിടെ നിന്നിട്ട് പറയുവാണ്, സഹോദരിമാരിൽ ഒരാൾ ഇന്ന് വളരെ നടുവേദനയായിട്ടാണ് വന്നത്. मुझे पर्सनली इधर मालूम है 10-15 लोग इधर कमर दर्द वाले लोग हैं। എനിക്ക് വ്യക്തിപരമായി അറിയാം ഇവിടെ 10-15 സഹോദരിമാർക്ക് നടുവേദന ഉണ്ട്. आज किसको कमर दर्द नहीं है? അങ്ങനെയാണെങ്കിൽ ഇന്ന് വന്നതിൽ എത്ര സഹോദരിമാർക്ക് ആ വേദന ഇല്ലാതിരിക്കുന്നത്? बच्चे लोग कभी कभी ऐसा पकड़ के घूमते कमर में दर्द है बोल के। ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ പോലും നടുവേദനയാന്ന് പറഞ്ഞ് പിടിച്ച് നടക്കുന്നുണ്ട്. तो जनरल प्रोफेसी बोलकर प्रोफेसी नहीं है वो। അങ്ങനെയാണെങ്കിൽ പൊതുവായി ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നതൊന്നും പ്രവചനത്തിന്റെ കൂട്ടത്തിൽ വരുന്നില്ല. तुम्हारे जीवन में बड़ा समस्या है प्रकाश ब्रदर। പ്രകാശ് ബ്രദറെ, താങ്കളുടെ ജീവിതത്തിൽ വലിയൊരു വിഷയത്തിലൂടെ ഇപ്പം കടന്നു പോകുന്നു. किसका जीवन में समस्या नहीं है? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവരിൽ ആരാണ് ഒരു വിഷയവുമില്ലാതെ ജീവിക്കുന്നത്? आपके जीवन में समस्या है। എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. एक एक को पूछ के बुलाएगा तो पता चलेगा कि हमारा कुछ भी नहीं है करके। അങ്ങനെ ഓരോരുത്തരോട് അവരുടെ പ്രശ്നങ്ങൾ നാം കേൾക്കാനിരുന്നാൽ മനസ്സിലാകും നമ്മുടെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല. ये ऐसा कॉमन प्रोफेसीज नहीं चाहिए हमें। ഇങ്ങനെ പൊതുവായി പറയുന്നതിനെ പ്രവചനമായി നാം അല്ല, അങ്ങനത്തെ പ്രവചനമല്ല വേണ്ടത്. न्यू टेस्टमेंट प्रोफेसी वर्ड ऑफ गॉड प्रीचिंग से व्यक्ति को प्रभु के नॉलेज में लेके आना न्यू टेस्टमेंट प्रोफेसी। പുതിയ നിയമത്തിൽ പ്രവചനത്തെ പറ്റി നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെ ഒരു മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്രയത്. प्रभु का इच्छा को बताना, प्रभु के मर्जी को बताकर प्रभु में लेके आना, दैट इज द ड्यूटी ऑफ ए प्रॉफिट। അത് പുതിയ നിയമത്തിൽ ഒരു പ്രവാചകന്റെ ഉത്തരവാദിത്തം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനത്തെ ഒരു വ്യക്തിയിലേക്ക് പറഞ്ഞു കൊടുത്ത് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരിക. अभी चैप्टर्स में ये जो बोलता हुआ बात है सारा वचन के अनुसार मैं आप लोगों को बोल रहा हूं। ഞാൻ ഇവിടെ പറയുന്നതെല്ലാം ദൈവത്തിന്റെ വചനാടിസ്ഥാനത്തിൽ അത്രേ പറയുന്നത്. यीशु मसीह ने 5000 लोगों को जब भी खिलाए तो लोगों ने क्या बोला मालूम है? യേശു 5000 പേരെ പോഷിപ്പിച്ചപ്പം ജനം എന്താ പറഞ്ഞതെന്ന് അറിയാമോ? 6 का 14 जरा देखे। 6-ാം അധ്യായം
40-ാമത്തെ പ- 14-ാമത്തെ വാക്യം നോക്കുക. यीशु को देखकर बोला, दिस इज द ट्रू प्रॉफिट हु हैज टू कम टू दिस वर्ल्ड. നോക്കുക, അവര് പറയുന്നത് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്നവർ പറയുകയാണ്. क्यों बोला प्रॉफिट करके यीशु मसीह को? എന്തുകൊണ്ടാണ് ഇങ്ങനെ അവര് പ്രവാചകനാണ് യേശു എന്ന് പറഞ്ഞത്? क्योंकि यीशु मसीह ने 5000 लोगों को रोटी खिलाई इसके लिए. അതെന്തുകൊണ്ടായിരുന്നു ചോദിച്ചാല് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായ മഹൽ പ്രവൃത്തി ചെയ്ത വ്യക്തി. मतलब हमारा कल का टेंशन दूर हो गया. ആ പറഞ്ഞതിന്റെ താല്പര്യം നാളെ എന്ന ദിനത്തെ പറ്റിയുള്ള ഞങ്ങളുടെ ആ ഒരു ടെൻഷനെ മാറ്റിയ വ്യക്തി. कुछ लोग प्रॉफिट्स लोगों के पीछे इतना दिमाग उनका रहता है, बोलो मत. അതെ, ചില വ്യക്തികള് ഇങ്ങനെ പ്രവാചകന്മാരുടെ പിറകെ അവരുടെ തല ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. कैथोलिक लोगों के लिए बारे में हम लोग बोलते हैं कि लोग मरिया को करते, मरियम को करते, मरियम को करते, मरियम को करते. നമുക്ക് കത്തോലിക്ക സഭയിലുള്ളവരെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്, അവര് മറിയത്തെ പറ്റി ഇങ്ങനെ പറയുന്നു. नहीं तो मरियम को बुलाते, मरियम से प्रार्थना करते. അല്ലെങ്കിൽ അവര് മേരിയോട് മറിയത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. मरियम तो चली गई, मर गई. മറിയ നിദ്ര പ്രാപിച്ചു. हम लोग मरियम से तो नहीं करते हैं, നമ്മൾ പെന്തക്കോസ്തുകാര് മറിയോടൊന്നും അപേക്ഷിക്കുന്നില്ല. लेकिन जिंदा प्रॉफिट्स लोगों के जरिए से हम लोग जाते हैं. എന്നാൽ अनेക ജീവനുള്ള പ്രവാചകന്മാരെന്ന് പറയുന്നവർ മുഖാന്തരം നമ്മൾ കാര്യം നേടാൻ നോക്കുന്നു. पिछले दिन में एक ब्रदर मेरे घर पे आया. കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ എന്റെ വീട്ടിൽ വന്നു. उसने दुख से एक बात मुझे बोला, വളരെ ദുഃഖത്തോടൊരു കാര്യം പറഞ്ഞത്, कितने प्रॉफिट्स लोग ने मेरे जिंदगी बर्बाद कर दिया. താൻ പറഞ്ഞത്, ഈ പ്രവാചകന്മാരെല്ലാവരും പ്രവചിച്ച് എന്റെ ജീവിതത്തെ വല്ലാതാക്കി കളഞ്ഞു. मुझे ज्यादा दुर्मोही बनाया, मेड मी मोर लस्टफुल मैन. അവര് പറഞ്ഞത്, ഈ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളാണ് എന്നെ ലോകത്തിലേക്ക് അനുരൂപനാക്കി, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സൃഷ്ടിച്ചത് എന്റെ ഉള്ളില്. दुर्मोहम എന്റെ ഉള്ളിൽ ഉണ്ടാക്കി, दुर्मोही मुझे बना दिया. അങ്ങനെ ദുർമോഹങ്ങൾ എന്റെ ഉള്ളിൽ ഉണ്ടാക്കി. अभी का गाड़ी देख के बोला, प्रभु ये गाड़ी नहीं, प्रभु मुझे बड़ा गाड़ी दिखा रहा है. അതെ, ഇന്ന് ഈ സഹോദരൻ ഓടിക്കുന്ന വാഹനത്തെ നോക്കിയിട്ട് ഈ പ്രവാചകൻ പറയുന്നത്, ഇതല്ല നിനക്ക് ദൈവം വെച്ചേക്കുന്നത്, ഇതിലും വലിയ വാഹനം അത്രേ. तो बेचारा प्रेयर कर रहा है, प्रेयर कर रहा है, प्रेयर कर रहा है. അങ്ങനെ ഈ പാവം സഹോദരൻ ഇത് കേട്ടിട്ട് പിന്നെ ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. बोला वो डेट भी खत्म हो गया, അങ്ങനെ പ്രവാചകൻ പറഞ്ഞ ദിവസം ആ ഡേറ്റ് കഴിഞ്ഞു, बड़ा गाड़ी नहीं आया, എന്നിട്ട് വലിയ വണ്ടി വന്നില്ല. तो कुछ तो करना है. അങ്ങനാണെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. लोन ले लिया താൻ ഒരു വലിയ ലോൺ എടുക്കുന്നു, और वो गाड़ी ले लिया. ഒരു വാഹനം അങ്ങ് എടുക്കുന്നു. प्रोफेसी फुलफिल. അങ്ങനെ ദൈവത്തിന്റെ പ്രവചനത്തെ ഈ സഹോദരൻ പൂർത്തീകരിക്കുന്നു. लोन नहीं था, ഈ മനുഷ്യന് നേരത്തെ ലോൺ ഇല്ലായിരുന്നു, अभी लोन हो गया. എന്നാൽ ഇപ്പം നല്ല ലോൺ ആയിരിക്കും. अभी लोन के लिए महीना जा रहा है, ഇപ്പം लोन के लिए महीना जा रहा है, EMI. എല്ലാ മാസവും EMI ലോൺ ഇങ്ങനെ അടച്ചോണ്ടിരിക്കുന്നു. कुछ जरूरत था इसको? ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നോ? Let me warn each and everybody in this church. ഞാൻ ഈ സഭയിലെ ഓരോ വ്യക്തികൾക്കും ഒരു മുന്നറിയിപ്പ് നൽകട്ടെ. कोई भी प्रॉफिट आपको कुछ भी बोले, ഏത് പ്രവാചകൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലും first go and ask the Lord for confirmation for yourself. നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കി ദൈവത്തോട് അതിന്റെ ഉറപ്പ് പ്രാപിക്കുക. अगर कोई एक प्रॉफिट मेरे बेटे को बोलेगा, ഏതെങ്കിലും പ്രവാചകൻ വന്ന് എന്റെ മകനോട് പറയുന്നിരിക്കട്ടെ, पास्टर आपका बेटा इंजीनियर होने वाला है, നിങ്ങളുടെ മകന് ഒരു എഞ്ചിനീയർ ആകാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചതെന്ന്, praise God, അത് നല്ല കാര്യം. प्रभु का मर्जी है तो होने दो. അതെ, ദൈവം അവനെ എഞ്ചിനീയർ ആക്കുന്നെങ്കിൽ ആക്കിക്കൊള്ളട്ടെ. But I will pray. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. और मैं उसको बोलूंगा, ഞാൻ അവനോടും പറയും, you should also pray. നീയും പ്രാർത്ഥിച്ചു കൊള്ളുക. प्रार्थना करके प्रभु तुझे क्या बोलता है, you have to do according to that. അത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താണ് നിന്നോട് പറയുന്നത് അതനുസരിച്ച് നിന്റെ ജീവിതം പണിതുകൊള്ളുക. प्रभु तुझे बोलता है engineer, that means prophecy, right, fulfill it. അങ്ങനെ ദൈവം നിനക്ക് എഞ്ചിനീയർ ആകുക എന്നുള്ളതാണ് നിന്റെ ഹൃദയത്തിൽ അങ്ങനെ ദൈവം സാധിപ്പിക്കുന്നെങ്കിൽ, അങ്ങനെങ്കിൽ ആ പറഞ്ഞത് സത്യം. नहीं तो प्रॉफिट का बात सुनकर मैथ में कोई मार्क नहीं है, मैथ में कोई अच्छा नहीं है, वो प्रॉफिट का बात सुनकर इंजीनियरिंग में गया तो लड़का फेल हो जाएगा. അങ്ങനെ ഈ പ്രവാചകൻ പറഞ്ഞത് കാരണം മാത്സില് അത് കണക്കിൽ വളരെ തുച്ഛമായ മാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു കുഞ്ഞ് പോയി എഞ്ചിനീയറിംഗിന് ചേർന്ന എന്ത് സംഭവിക്കും? അവൻ തോറ്റുപോകുവാനിടയായി തീരും. मैं प्रेशर दे रहा हूं अपने बेटे को. ഞാനും എന്താ ചെയ്യുന്നത്? എന്റെ കുഞ്ഞിനെ പ്രഷർ കൊടുക്കുകയാണ്. मैं क्या बोल रहा हूं मेरे बेटे को मालूम है? ഞാൻ എന്താണ് എന്റെ കുഞ്ഞിനോട് അങ്ങനെ ഇപ്പം പറയുന്നതെന്ന് അറിയാമോ? मेरा बेटा बोलता है पापा मुझे मैथ में मैं बहुत वीक है. അതെ, ഈ കുഞ്ഞ് പേടിച്ച് പറയുകയാണ്, പപ്പ എനിക്ക് കണക്ക് അങ്ങനെ അറിയത്തില്ല, വളരെ വീക്കാ ഞാൻ. मैं इंजीनियर नहीं बनना चाहता, मैं म्यूजिशियन बनना चाहता हूं. എനിക്ക് എഞ്ചിനീയറിംഗ് ഒന്നും നടക്കുമെന്ന്
തോന്നുന്നില്ല, എനിക്ക് പാട്ട് പാടാൻ അറിയാം, എനിക്ക് അതാ ഇഷ്ടം. तो मैं क्या बोलता हूं मालूम है मेरे बेटे को? എന്നാൽ ഈ പ്രവചനം കേട്ട ഞാൻ എന്താ കുഞ്ഞിനോട് പറയുന്നതെന്ന് അറിയാമോ? बोलने कुछ बात नहीं करना, प्रभु ने वो प्रॉफिट से बोला है. അത് അന്നേരം ഇപ്പൊ ഇങ്ങനത്തെ വ്യക്തി എന്ത് പറയുമെന്നറിയോ? നീ മിണ്ടാതിരുന്നോണം, ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞത് നിന്നെ എഞ്ചിനീയർ ആക്കുമെന്ന്. ये बच्चे को मन नहीं है, लेकिन प्रोफेसी है बोल के प्रेशर से जाके किया. നോക്കുക, ഈ കുട്ടിക്ക് മനസ്സില്ല, ആഗ്രഹമില്ല, അതിനുള്ള കഴിവുമില്ല. പക്ഷേ ഇപ്രകാരമുള്ള പ്രഷറും പ്രവചനവും കാരണം കുഞ്ഞു പോയി ചേരുന്നു. मुझे नहीं मालूम है ऐसा कोई खोल के बोलेगा आप लोगों को. ഞാൻ ചിന്തിക്കുന്നില്ല ഇങ്ങനെ തുറന്ന് ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനൊക്കെ സംസാരിക്കുമെന്ന്. This is the truth. എന്നാൽ ഇതാണ് പരമമായ സത്യം ഇന്ന് സംഭവിക്കുന്നത്. Pray yourself. ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. Ask conviction to yourself. അതെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ആ ഒരു ഉറപ്പ് നൽകട്ടെ. Don't depend on any person. എന്നാൽ മറ്റൊരു വ്യക്തിയുടെ പ്രവചനത്തിലേക്ക് നിങ്ങൾ ഡിപ്പെൻഡന്റ് ആകരുത്. उसमें क्या हो जाता है मालूम है? അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? बार बार क्या होता है? Every time may not be God is speaking to that person. हमेशा उस व्यक्ति से आपके लिए शायद बात नहीं करेगा. ഒരു പക്ഷെങ്കിൽ ദൈവത്തിന് എന്നും ആ വ്യക്തിയിലൂടെ നിങ്ങളോട് സംസാരിച്ചെന്ന് വരികയില്ല. लेकिन आपने पूछा तो कुछ तो बोलना है, इसके लिए कुछ भी बोल देगा. എന്നാലും നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ ആ മനുഷ്യനെ വന്ന് കണ്ട് ദൈവത്തിന്റെ അരുളപ്പാട് പറയുമ്പോൾ ഒരുപക്ഷെ താൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞെന്നിരിക്കും. आप न्यू टेस्टमेंट पढ़ के देखिए. നിങ്ങൾ പുതിയ നിയമം വായിച്ചു നോക്കുക. न्यू टेस्टमेंट बिलीवर हम लोग, നമ്മളെല്ലാവരും പുതിയ നിയമ न्यू വിശ്വാസികളാണ്. टेस्टमेंट पढ़ के देखिए. പുതിയ നിയമം പഠിച്ചു നോക്കുക. कोई भी प्रॉफिट के पास नहीं जाता. आपके लिए जो भी बात करना है, प्रॉफिट आपके पास आके बात करेगा. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മുഴുവനും ഒരു വ്യക്തിയും പ്രവാചകനെ പോയി കണ്ട് അരുളപ്പാട് ചോദിക്കുന്നില്ല. പ്രത്യുത നമുക്കുള്ള അരുളപ്പാട് ഒരു പ്രവാചകൻ നമ്മളോട് വന്ന് പറയുകയാണ്. ये मेरा नोट में कुछ नहीं है, मुझे ऐसा गाइडेंस हो रहा है ये बात करने की. അതെ, ഇതിപ്പം ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന് നിങ്ങളോട് പറയുമല്ല, പറഞ്ഞ കൂട്ടത്തിൽ ദൈവികമായ ഒരു നടത്തിപ്പ് ഇത് പറയുവാൻ വേണ്ടി ഉണ്ട്. No prophet, no prophecy should determine your future. അത് ഇങ്ങനെയുള്ളതായ ഒരു പ്രവചനമോ അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെട്ടതായ കാര്യങ്ങളല്ല നിങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കേണ്ടത്. God should determine your future. നിശ്ചയമായും ദൈവമായിരിക്കണം നിങ്ങളുടെ And ഭാവിയെ you നിയന്ത്രിക്കുന്നത്. yourself should go and ask the Lord. God will speak to you. അതെ, നിങ്ങൾ എന്നിട്ട് ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ദൈവത്തോട് അതിനെപ്പറ്റി ചോദിച്ചു കൊള്ളുക. ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. Hallelujah. अगला स्लाइड में जाएंगे. चैप्टर 9 में जन्म का अंधे को देख सकते हैं. 9-ാമത്തെ അധ്യായത്തിൽ ജന്മനാ അന്ധനായ ഒരു വ്യക്തിയെ നാം കാണുന്നു. ब्लाइंड राइट, ब्लाइंड अंधा है. നോക്കുക, ഈ വ്യക്തി അന്ധനായ ഒരു വ്യക്തി അത്രേ. उसके बाहर की आंखें खुल गई ഈ മനുഷ്യന്റെ പുറമേ ഉള്ള കണ്ണുകൾ തുറന്നു. और उसके बाद अंदर की आंख भी खुल गई. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ മനുഷ്യന്റെ അകമേ ഉള്ള കണ്ണുകളും തുറക്കുന്നു. लेकिन एक इंटरेस्टिंग बात बोलूं, എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം പറയട്ടെ. ये चैप्टर के एंड में आएंगे तो ഈ അധ്യായത്തിന്റെ അവസാനം കടന്നു വരുമ്പോൾ वहां पर हम लोग देखते हैं कि सच में ब्लाइंड कौन है. Pharisees and leaders are the true blind people. എന്നാൽ ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ നാം കാണുന്നത് ഫരീസന്മാരും സദൂക്യരും ഒക്കെ അത്ര യഥാർത്ഥ അന്ധന്മാർ. सच में अंधा ये लोग समझते थे कौन था, वो बंदा था. അതെ, ഈ സദൂക്യരും പരീശന്മാരും ചിന്തിച്ചിരുന്നത് ജന്മനാ അന്ധനായിട്ടുള്ള ഇവനാണ് അന്ധൻ. लेकिन उसकी आंखें तो खुल गई. എന്നാൽ അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. लेकिन जो सोचते थे जिनका आंखें खुला है, उनकी आंखें अभी भी बंद है. എന്നാൽ കണ്ണ് തുറക്കപ്പെട്ടവർ എന്ന് നനച്ചവരുടെ കണ്ണുകൾ ഇപ്പോഴും കുരുടായിരിക്കും. आप लोग को समझ में आ रहा है मेरे प्रिय लोगों? നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നു പ്രിയ സഹോദരങ്ങളെ? So 6, 7, 8, 9 ये सारा कनेक्टेड है. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ സുവിശേഷം 6, 7, 8, 9 ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് കിടക്കുന്നു. इस कनेक्शन तो इस पूरा चैप्टर्स को लेकर 8 का 12 को हम लोग ध्यान देना. അങ്ങനെയാണെങ്കിൽ ഈ 4 അധ്യായങ്ങളെയും മനസ്സിൽ വെച്ചുകൊണ്ട് 8-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് നോക്കാം. यीशु मसीह कहता है कि मैं जगत का ज्योति हूँ യേശുവിടെ പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. और मैं तुम्हें उजाला देने के लिए, रोशनी देने के लिए, नूर देने के लिए आया हूँ. അതെ, ഞാൻ നിങ്ങൾക്ക് വെളിച്ചം നൽകുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. अभी वो 12 का बी पार्ट में हम लोग ऑलरेडी पिछले क्लासेस में हम लोग गए थे. 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ടാണ് കഴിഞ്ഞ ദിനങ്ങളിൽ നാം കണ്ടത്. वहां पर हम लोग ने देखा कि जो कोई मेरे पीछे हो लेगा, അവിടെ എഴുതിയിരിക്കുന്നത് എന്നെ അനുഗമിക്കുന്നവൻ. तो हमने देखा कि फॉलो का मतलब इट इज बिलीव, इट इज ओबे, इट इज कमिंग टू जीसस. यीशु मसीह के पास आना है. അവിടെ അനുഗമിക്കുക എന്നുള്ള പദത്തിലൂടെ യേശുവിന്റെ അടുക്കലേക്ക് വരിക
എന്നുള്ളതാണ് എന്ന് നാം പഠിച്ചു. और यीशु के पास आकर आके जाके नहीं हो रहा, बल्कि यीशु के पास हमें रहना है. वी स्टे विद जीसस क्राइस्ट. അങ്ങനെ യേശുവിന്റെ അടുക്കലേക്ക് വരിക എന്ന് പറയുമ്പോൾ അടുക്കൽ വന്നു മടങ്ങി പോകുന്നു പിന്നീട് അടുക്കൽ വരുന്നു എന്നുള്ളതല്ല, അവനോടൊപ്പം വസിക്കുക എന്ന അനുഭവം അത്ര എന്ന് നാം പഠിച്ചു. ये एक कमिटेड लाइफ है. बिलीव जो है, हमारा फेथ जो है, इट इज कमिटेड टू ए पर्सन. അത് നമ്മളുടെ വിശ്വാസം എന്നുള്ളത് അതൊരു കമ്മിറ്റഡ് ആയിട്ടുള്ളതായ ഒരു ജീവിതം അത്ര, അതൊരു വ്യക്തിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. कौन है? वहां पर लिखा है कि जो मेरे पीछे होएगा, मतलब जीसस करके पर्सन के साथ हमारा रिलेशन और हमारा कमिटमेंट. അത് നോക്കുക, എന്നെ അനുഗമിക്കുന്നവൻ എന്ന് യേശു പറയുമ്പോൾ യേശു എന്ന വ്യക്തിയുമായി നമുക്കുള്ളതായിരിക്കുന്നതായ ആ കമ്മിറ്റ്മെന്റ്, यीशु के साथ चलना और यीशु के जैसा बनना इज द मीनिंग ऑफ ट्रू सेविंग फेथ. യഥാർത്ഥത്തിൽ രക്ഷിക്കുന്നതായ വിശ്വാസം എന്ന് പറയുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതും അവനോടൊപ്പം വസിക്കുന്നതും അവനോടൊപ്പം നടക്കുന്നതും അത്രയും. चैप्टर 6 में हम लोग ने देखा जीसस का डिसाइपल करके बोलते थे, लेकिन यीशु के साथ वो लोग रिमेन नहीं किया, यीशु के साथ वो लोग ने वास नहीं किया. അതെ, 6-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് യേശുവിന്റെ ശിഷ്യന്മാർ എന്നൊക്കെ അവകാശപ്പെട്ടവർ അവർ യേശുവിനോടൊപ്പം വസിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നില്ല എന്ന് നാം കാണുന്നു. जूडस रुका है, लेकिन वो भी ट्रू नहीं है करके हम लोग देखते हैं. എന്നാൽ യൂദ നിന്നെങ്കിൽ കൂടി താനും വിശ്വസ്തനല്ലായിരുന്നു എന്ന് നാം കാണുന്നു. तो जीसस के साथ रुकने वाला विश्वास है ट्रू फेथ. അങ്ങനെയെങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസം അത്ര യഥാർത്ഥ വിശ്വാസം. ये कभी कभी विश्वास करने वाला बात को नहीं कह रहा, बल्कि यू आर स्टेइंग रिमेनिंग इन जीसस അത് क्राइस्ट. ഇടയ്ക്കൊക്കെ യേശുവിൽ അങ്ങ് വിശ്വസിക്കാം എന്ന് ചിന്തിക്കുന്നതായ വിശ്വാസമല്ല, പ്രത്യുത യേശുവിനോടൊപ്പം നിൽക്കുന്നതും വസിക്കുന്നതുമായ വിശ്വാസം. इट इज पेइंग कॉस्ट. हमारे जीवन में हमें कुछ बात को त्याग भी देना है. അത് ഇങ്ങനെയുള്ള ഒരു വിശ്വാസം വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലതിനെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. मतलब ऐसे विश्वास के अंदर कॉस्ट भी पे करना है करके हम लोग देखते हैं. പറഞ്ഞതിന്റെ താല്പര്യം ഇപ്രകാരമുള്ള വിശ്വാസത്തിന് നാം വില കൊടുക്കേണ്ടതായിട്ട് വരും. इसके लिए यीशु मसीह ने चैप्टर 12:24 से पढ़ेंगे तो यीशु कहता है कि गेहूं का दाना नीचे गिरकर जब तक नहीं मरेगा वो फल नहीं लेके आएगा. അതുകൊണ്ടാണ് 12-ാം അധ്യായം 24 മുതലുള്ളതായ വാക്യത്തിൽ യേശു പറയുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് ഫലം കൊണ്ടുവരത്തില്ല. तो जीसस को फॉलो करना मतलब इट इज नॉट जैसा हम लोग सोचते एक बहुत ही एक लक्ष्योरियस या एक प्लेसेंट बात नहीं है. അങ്ങനെയാണെങ്കിൽ യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ വളരെ സുഖമുള്ളതായിട്ട് ചിന്തിക്കുന്നത് പോലെ ഉള്ള ഒരു കാര്യമല്ല. It is not at all a comfortable journey. എന്തുകൊണ്ടെന്നാൽ അതിനകത്ത് നമുക്ക് വളരെ സുഖകരമായ ഒരു ജീവിതം അതല്ലേ അല്ല. गेहूं का दाना नीचे गिरकर मरने की जरूरत है. तात्पर्य यह है हमारा स्वयं जीवन को त्यागना है. We need to count Jesus more precious than this life. ये जीवन को जीसस से भी बढ़कर precious हमको मानना है. അത് നോക്കുക, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ജീവിതത്തെക്കാട്ടിലും മൂല്യമുള്ളതും അമൂല്യമായതും യേശുക്രിസ്തു ആണ് എന്ന് നാം വ്യക്തിപരമായി എണ്ണേണ്ടിയിരിക്കുന്നു. क्यों ऐसा गिनना है हमें? എന്തുകൊണ്ടാണ് ഇങ്ങനെ നാം എണ്ണേണ്ടിയിരിക്കുന്നത്? क्योंकि जब भी हम इस जीवन को प्यार करेंगे, നമ്മൾ നമ്മളുടെ ഈ ജീവിതത്തെ സ്നേഹിച്ചാൽ इस दुनिया के जीवन को प्यार करने वाला अनंत जीवन को खोएगा कर वचन कहता है. ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് ലോകത്തെ സ്നേഹിക്കുന്നവൻ ആ നിത്യജീവനെ കളയും എന്ന് നാം കാണുന്നു. इस दुनिया का इस जीवन को, when you love the life in this world, you will lose the eternal life. ഈ ലോകത്തിനെ അല്ലെങ്കിൽ ലോകത്തിന്റെ ജീവനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ നിത്യജീവിതത്തെ നഷ്ടപ്പെടുവാൻ വേണ്ടി ഇടയായി തീരും. इस दुनिया का जिंदगी को हमें हेट करना है. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലുള്ളതായ ജീവനെ നാം വെറുക്കണം. Now practically मैं आपको एक बात बताता हूँ. നിങ്ങളോട് പ്രാക്ടിക്കലി ഞാനൊരു കാര്യം പറയട്ടെ. इधर एक आग जल गया समझो. ഇവിടെ ഒരു തീ വന്നെന്നിരിക്കട്ടെ. हम लोग सब लोग क्या करेंगे? നമ്മളെല്ലാവരും എന്ത് ചെയ്യും? हम अपने लाइफ को प्यार करते हैं ना. നമ്മളെല്ലാവരും നമ്മുടെ ജീവനെ സ്നേഹിക്കുന്നവരല്ലേ. मैं तो इधर से भागेगा, പാസ്റ്റർ ഇതുവഴി ഓടും, आप लोग उधर से भागेंगे, നിങ്ങൾ അതുവഴി ഓടും, किधर ना किधर से तो हम लोग भागेंगे. അല്ല എങ്ങനെയും ഒക്കെ നാം ഓടി രക്ഷപ്പെടും. तो लाइफ को एट करने का मतलब ये नहीं जलने दो, मैं भी जलने के लिए तैयार है. नो, वो नहीं है उसका मतलब. ജീവനെ പകയ്ക്കുക, സ്വന്തം ജീവനെ എന്ന് പറയുമ്പോൾ ഒരു തീ വന്നാൽ അത് എനിക്ക് ജീവനെ ഇഷ്ടമില്ല കത്തിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നതല്ല. वो नहीं है उसका मतलब. ഇതല്ല അതിന്റെ അർത്ഥം. इसका मतलब ये है അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ जीसस का बात के सामने मेरा इंटरेस्ट, मेरा पैशन, मेरा एम्बिशंस, I hate it.
അതിന്റെ താല്പര്യം എന്ത് ചോദിച്ചാൽ, യേശുവിൻ്റെ ഒരു കാര്യത്തിന്റെ മുമ്പാകെ എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെതായ സുഖങ്ങൾ, എൻ്റെതായ കാര്യങ്ങളെല്ലാം ഞാൻ വെറുക്കുന്നു. അതിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. मेरा मर्जी नहीं होना चाहिए, not my will, let your will be done. അത് എൻ്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും അല്ല, കർത്താവേ അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്നുള്ളതായ മനോഭാവം. Even आप अपने बीबी से ज्यादा यीशु को प्रेम करना चाहिए. അത് തൻ്റെ ഭാര്യയേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിക്കണം. आपके बच्चों से ज्यादा यीशु मसीह को प्रेम करना അല്ലെങ്കിൽ चाहिए. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിക്കണം. How can you do that? എങ്ങനെ അത് ചെയ്യുവാൻ വേണ്ടി സാധിക്കും? मेरा बेटी है, मेरा बेटा है बोलकर नहीं, बल्कि ये कहना है परमेश्वर तूने मुझे बेटा बेटी दिया है आपकी नाम की मर्जी के लिए, आपकी नाम की जलाल के लिए, so I will bring up my child according to your will. അത് എൻ്റെ മകൻ എൻ്റെ മകൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവേ അവിടുന്ന് എനിക്ക് ദാനമായി നൽകി തന്ന എൻ്റെ മകനും മകളെയും അവിടുത്തെ നാമമഹത്വത്തിനായി ഞാൻ അവരെ വർത്തിക്കും എന്നുള്ളതിനെ പറ്റി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. तो बीबी से, बच्चों से, खुद के जीवन से भी बढ़कर जीसस को प्रेम करना है. That is the result of a saving faith. അത് നോക്കുക, തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെക്കാട്ടിലൊക്കെ ഉപരിയായി യേശുവിനെ സ്നേഹിക്കുക, അതത്ര രക്ഷാകരമായ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. तो गेहूं का दाना नीचे गिर के मरने का मतलब है सेल्फ डिनायल करना. അങ്ങനെയാണെങ്കിൽ ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നാം നമ്മെ തന്നെ ത്യജിക്കുക എന്നുള്ളത് അത്രയും. जॉन चैप्टर 21 में जरा आइए. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. उसका 18 वचन जरा देखिए. അതിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. वहां पर पीटर को यीशु मसीह क्या कहता है? അവിടെ പത്രോസിനോട് എന്താണ് യേശു പറയുന്നത്? वहां पर कहता है कि मैं तुझसे सच सच कहता हूं कि जब तू जवान था तो अपनी कमर बांधकर जहां चाहता था वहां फिरता था, परंतु जब तू बूढ़ा हुआ तो अपने हाथ लंबे करेगा और दूसरा तेरा कमर बांधकर जहां तू ना चाहे वह तुझे ले जाएगा. അവിടെ യേശു പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 19 वचन जरा देखिए. 19-ാമത്തെ വാക്യം നോക്കുക. उसने इस बातों से बता दिया कि പത്രോസ് कैसे मृत्यु से परमेश्वर को महिमा करेगा. അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് യേശു ഇവിടെ സൂചിപ്പിക്കുന്നു. तो जीसस के पीछे जाएगा तो അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ പിന്നാലെ പോയാൽ एक गेहूं का दाना गिरते हुए जैसा सेल्फ डिनायल तो करना ही पड़ेगा. നോക്കുക, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ സ്വയം ത്യജിക്കേണ്ടിയിരിക്കുന്നു. शायद आप में से या मुझ में किसी में से परमेश्वर किसी को चूज करेगा इवन अपने जीवन को भी देने की. ഒരു പക്ഷെങ്കിൽ നമ്മളിൽ നിന്ന് ആരെങ്കിലും ദൈവം തെരഞ്ഞെടുത്തിരിക്കാം തന്റെ ജീവൻ പോലും യേശുവിന് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി. समझ में आ रहा है आप लोगों को? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നു? It is a costly following. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ വില കൊടുത്ത് നാം ചെയ്യുന്നതായ ഒരു It is അനുഗമിക്കലാണ്. not a convenient calling. അത് നമുക്ക് വളരെ സൗകര്യപ്രദമായ ഒരു വിളിയല്ല ക്രിസ്തീയ വിളി. Hallelujah. पीटर ऐसा मरेगा कर कर परमेश्वर ऑलरेडी इसको बता दिया. നോക്കുക, പത്രോസ് ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ദൈവം അവന് വെളിപ്പെടുത്തുന്നു. तो हम लोग देखते हैं कि जीसस को फॉलो करना मतलब इट इज नॉट जस्ट सिंपल बिलीफ. അങ്ങനെയാണെങ്കിൽ യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വിശ്വാസിയായിരിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. दो टेस्ट में आपको देता हूं टू सी if we have a true faith. ഞാൻ നിങ്ങൾക്ക് രണ്ട് പരീക്ഷകൾ തരട്ടെ, നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ എന്ന് നോക്കുവാൻ. अब हम लोग एक कॉमन क्वेश्चन पूछेंगे, डू यू हैव फेथ? हम लोग सब लोग बोलेंगे yes we have faith. നമുക്ക് ഒന്ന് പൊതുവായ ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണോ? അതിന്റെ ഉത്തരം എന്താണ്? വിശ്വസിക്കുന്നവരാണ്. लेकिन पहला सवाल, എന്നാൽ അതിനകത്തൊരു ചോദ്യം, are you daily self dying, self denying yourself? അത് അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ദിനം പ്രതി നിങ്ങൾ മരിക്കുന്നുണ്ടോ എന്നുള്ളത് അത്രയും. क्या आप लोग अपने आप को, नहीं तो हम अपने आप को डिनाई कर रहे हैं? അത് സ്വയം നാം ത്യജിക്കുന്നുണ്ടോ നമ്മളെ തന്നെ? Do we love Jesus more than anybody and more than anything? അല്ലെങ്കിൽ യേശുവിനെ നമ്മുടെ ജീവിതത്തിലുള്ള സർവ്വത്തിലും ഉപരിയായി നാം സ്നേഹിക്കുന്നുണ്ടോ? तो आपके मन में अभी सवाल क्या आया मैं बताता हूँ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പം ഒരു ചോദ്യം വന്നത് ഞാൻ പറയട്ടെ. ऐसा कौन जीता है पास्टर? പാസ്റ്റർ, ഇങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? आया ना, 2-3 लोग के मन में तो आया हो. ഒരു 2-3 പേരുടെ ഹൃദയത്തിലെങ്കിലും ഈ ചോദ്യം വന്നിട്ടുണ്ടായിരിക്കും. क्योंकि वो लोग ने देखा नहीं ऐसा जीने वाले. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ സ്വയം ത്യജിച്ച് മരിച്ച് ജീവിക്കുന്നവരെ കണ്ടിട്ടില്ല. तो इसके लिए मन में आया कि ऐसा कोई जीने वाला नहीं. അതുകൊണ്ട് തന്നെ ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക്
വന്നു, അങ്ങനെ ആരും ജീവിക്കാറില്ല. तो फिर ये किसको बोला है? അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ ആരോടാ പറഞ്ഞത്? स्पेशल लोग हैं उनके लिए. ഇവിടെ ചില പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട്, അവർക്ക് വേണ്ടി വചനത്തിൽ ഇത് പറഞ്ഞതാണ്. जीसस पर विश्वास करने वाले हर एक लोगों को जीसस बुलाता है. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും യേശു ഇപ്രകാരം തന്നെയാണ് വിളിക്കുന്നത്. सेकंड बात है, രണ്ടാമത്തെ കാര്യം, are we ready to die for our faith? നമ്മുടെ ഈ വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ ജീവൻ വെച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണോ? Let me tell you one thing. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. कोई मेरे सर पर तलवार रखेगा तो I don't have bravery to say that cut my head. അത് ആരെങ്കിലും എന്റെ കഴുത്തിൽ ഒരു വാള് വെച്ചാൽ ആ കഴുത്ത് വെട്ടിക്കോ എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. मैं उतना brave नहीं हूँ. ഞാൻ അത്ര ധൈര്യവാനല്ല. लेकिन I believe one thing. എന്നാൽ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, अगर ऐसा कुछ आएगा तो അങ്ങനെ എന്തെങ്കിലും വന്നാൽ that very moment God will give me grace. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ദൈവം തന്റെ കൃപ എന്റെ മേൽ ചൊരിയും. He will give me brave. താൻ എന്നെ ശക്തനാക്കുവാൻ ഇടയായി തീരും. ऐसा मरे हुए लोग सारे brave लोग नहीं है. അതെ, ഇങ്ങനെ മരണം ഭരിച്ചവരാരും വളരെ ധീരശൂരന്മാരല്ലായിരുന്നു. True faith है तो परमेश्वर grace भी देगा हमें. പ്രത്യേക യഥാർത്ഥ വിശ്വാസമുള്ള തന്റെ മകന് ദൈവം ആ ശക്തിയെ പകരുവാനിടയായി തീരും. Brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, are we having a genuine faith? നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ? Are we dying to our interest? നമ്മളുടെ ഹിതങ്ങൾക്ക് വേണ്ടി നാം Are മരിക്കുകയാണോ? we dying to our plans? നമ്മുടെ പദ്ധതികൾക്ക് വേണ്ടി നാം മരിക്കുന്നുണ്ടോ? Are we dying to our ambitions? നമ്മുടെ ആഗ്രഹങ്ങളെ നാം മരിപ്പിക്കുന്നുണ്ടോ? Are we saying to Jesus, all my ambitions, all my plans, everything, I keep it aside. Lord, tell me what should I do? I am going to do that. അതെ, എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും എല്ലാം ഞാൻ മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റിവെക്കുന്നു. അവിടുത്തെ ഹിതം എന്തെന്ന് എന്നോട് പറയുക, ഞാനത് ചെയ്യുവാൻ തയ്യാറാണെന്ന് ആരും പറയാറുണ്ട്. Are we ready to die for our faith? അതെ, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ ജീവനെ വെച്ചു കൊടുക്കുവാൻ നമ്മൾ എത്ര പേർ ഒരുക്കമാണ്? खाली प्रचार करना नहीं है ये. അത് പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമല്ല, खाली teach करना नहीं है അത് ये. പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, More than preaching and teaching is living the faith. അതെ, ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. और इस विश्वास के लिए मरना पड़ेंगे तो भी मरने के लिए भी तैयार है. അതെ, ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കേണ്ട വന്നാൽ അതിനു വേണ്ടി തയ്യാറ്. चर्च फादर्स के हिस्ट्री अगर आप पढ़ के देखेंगे, അതെ, സഭാപിതാക്കന്മാരുടെ ചരിത്രം നാം പഠിച്ചു നോക്കിയാൽ, पॉलीकार्प करके जॉन का डिसाइपल एक व्यक्ति था. അതെ, യോഹന്നാന്റെ ശിഷ്യനായ പോളികാർപ്പ് എന്ന് പറയുന്ന ഒരു സഭാപിതാവ് He is ഉണ്ടായിരുന്നു. more than 80 years old, 80 साल से भी ज्यादा है. തനിക്ക് 80 വയസ്സിലധികം പ്രായമുണ്ടായിരുന്നു. रोम के लोगों ने आकर उसको पकड़ के लेके गए റോമൻ ആൾക്കാര് തന്നെ പിടിക്കുവാനിടയായി തീർന്നു. और लेके जाकर एक स्टेक में, नहीं तो एक बड़ा खंबे के ऊपर उसको बांध लिया. അതെ, എന്നിട്ട് തന്നെ ഒരു വലിയ മരത്തിന്മേൽ അല്ലെങ്കിൽ ഒരു തടിയിന്മേൽ കെട്ടി. I think he's 86 year old, 86 വയസ്സുണ്ട്. ഒരു പക്ഷെങ്കിൽ 86 വയസ്സെന്ന് ഞാൻ നിരൂപിക്കുന്നു. इसको बांध कर उसके ऊपर जो है तेल को लगा दिया എന്നിട്ട് തന്റെ ദേഹത്ത് എണ്ണ ഒഴിക്കുവാനിടയായി തീർന്നു. और जलाने से पहले एक बात को पूछा. എന്നിട്ട് തന്നെ കത്തിക്കുന്നതിന് മുന്നായിട്ടൊരു കാര്യം हाथ ചോദിക്കുന്നത്, पैर पूरा बंधा हुआ है, मुंह खाली खुला हुआ है. കൈകളും കാലുകളും എല്ലാം കെട്ടപ്പെട്ടിരിക്കുന്നു, വായ് മാത്രം अगर തുറന്നിരിക്കുന്നു. यीशु को अगर आप अभी रिजेक्ट करेगा तो യേശുവിനെ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ, ये सारा हम लोग लूज करके you can go free. അത് നിന്നെ ഞങ്ങൾ ഇതെല്ലാം അഴിച്ച് വെറുതെ വിടുവാനിടയായി തീരും. Say that Jesus renounce Jesus, यीशु मसीह को रिजेक्ट कर करके उसने कहा. അത് യേശുവിനെ ഞാൻ ത്യജിച്ചു കളയുന്നു എന്ന് പറയുക എന്ന് അവർ ആവശ്യപ്പെടുന്നു. Just say that simple thing. ആ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. पॉलीकार्प 86 ईयर का बुढ़ा, ये व्यक्ति ने क्या कहा मालूम है? 86 വയസ്സുള്ളതായ വയോധികനായ ഈ മനുഷ്യൻ എന്ത് പറഞ്ഞെന്നറിയാമോ? For past 86 years यीशु ने मेरे लिए कोई भी बुरा काम नहीं किया है. ഈ കഴിഞ്ഞ 86 വർഷം എന്റെ ജീവിതത്തിൽ യേശു ഒരു മോശപ്രവർത്തികളും എനിക്കെതിരെ ചെയ്തിട്ടില്ല. कोई भी बुराई मेरे जीवन में उन्होंने नहीं किया. എന്റെ ജീവിതത്തിൽ ഒന്നും ദോഷമായുള്ളത് താൻ ഭവിപ്പിച്ചിട്ടില്ല. वो यीशु के लिए I am ready to die. Lit the light, जला दो करके कहा. എന്നിട്ട് താൻ പറയുന്നത്, ആ യേശുവിന് വേണ്ടി മരിക്കുവാൻ വേണ്ടി ഞാൻ തയ്യാറാണ്, നിങ്ങൾ തീ കത്തിച്ചു കൊള്ളുക. 86 year old का Polycarp, he died because of faith. അത് 86 വയസ്സുള്ള വയോധികനായ പോളികാർപ്പ് തന്റെ വിശ്വാസത്തിന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. पीटर के बारे में कह रहा कि you will die. പത്രോസിനോട് യേശു പറയുന്നത്, നീ ഇന്നവണ്ണം മരിക്കും.
और हिस्ट्री इस तरह कहता है, ചരിത്രം നാം പഠിക്കുന്നത് जब पीटर को मारने के लिए लेके आया, പത്രോസിനെ കൊന്നുകളയുവാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ क्रॉस में लगाने के लिए जब लेके അത് आया, തന്നെയും ക്രൂശിച്ചാണ് കൊല്ലുവാൻ വേണ്ടി അവർ തീരുമാനിച്ചത്. उसने बोला कि मेरा मास्टर के जैसा मैं मरने के लिए मैं योग्य नहीं हूँ, आई विल अपसाइड डाउन होकर मैं मरूंगा ताकि मैं अपने मास्टर के पैर को चूम कर मैं मर जाऊंगा. അത് നോക്കുക, പത്രോസിനെ ക്രൂശിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ പത്രോസ് അവരോട് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എൻ്റെ യജമാനന് തുല്യമായി ഒരു ക്രൂശീകരണം എനിക്ക് അങ്ങനല്ല വേണ്ടത്, പ്രത്യുത തല കീഴായി എന്നെ ക്രൂശിച്ചു കൊള്ളുക, അതാകുമ്പോൾ എൻ്റെ യജമാനന്റെ കാൽപാദത്തിങ്കൽ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കുവാൻ സാധിക്കുമെന്ന് താൻ പറയുന്നു. Dear brothers and sisters, the question is today, are we denying ourselves? പ്രിയരെ, ഇന്നത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം നമ്മളെ തന്നെ ത്യജിക്കുന്നവരാണോ? Are we ready to die? Even God allows, are we ready to die for our അതെ, faith? ദൈവം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവനെ വെച്ചു കൊടുക്കുവാൻ നാം If you തയ്യാറാണ്. are not dying to your faith, if you are not dying for your faith, ഇപ്പം നമ്മൾ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറല്ലെങ്കിൽ that faith is a fraud faith. कोई फायदा नहीं है उसका. അത് വളരെ കള്ളം നിറഞ്ഞതായ ഒരു വിശ്വാസമാണ്, അത് क्योंकि आपको പ്രയോജനമുള്ളതല്ല. पता है उसके लिए मर के कोई फायदा नहीं. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ആ വിശ്വാസത്തിന് എൻ്റെ ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം വിലയൊന്നുമില്ല എന്ന് നാം നിരൂപിക്കും. लेकिन faith को अगर हम लोग precious जानेंगे तो this life देने के लिए भी हम लोग तैयार हो जाएंगे. എന്നാൽ ഈ വിശ്വാസത്തെ നാം വിലയേറിയ വിശ്വാസം എന്നുണ്ടെങ്കിൽ ആ വിലയേറിയ വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ ജീവനെ കൊടുക്കുവാൻ നാം തയ്യാറാകും. ये है follow me का मतलब. യേശു എന്നെ അനുഗമിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഇതാണ് 8 അർത്ഥമാക്കുന്നത്. का 12 का बी पार्ट में दोबारा हम लोग आएंगे. അത് 8-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യ യോഹന്നാൻ സുവിശേഷത്തിൽ അതിന്റെ ബി പാർട്ടിലേക്ക് വീണ്ടും കടന്നു വരാം. जो मेरे पीछे होलेगा, അവിടെ എഴുതിയിരിക്കുന്നത് എന്നെ അനുഗമിക്കുന്നവൻ. नेक्स्ट पार्ट में हम लोग जाएंगे. ഇനി അടുത്തത് നമുക്ക് നോക്കാം. वो अंधकार में ना चलेगा. ഇരുളിൽ നടക്കാതെ. यीशु के पीछे जा रहे करके कैसा पता चलता है? എങ്ങനെയാണ് ഒരു വ്യക്തി യേശുവിനെ അനുഗമിക്കുന്നവനാണെന്ന് മനസ്സിലാകുന്നത്? फिर अंधकार में नहीं चलेगा. പിന്നെ അവൻ അന്ധകാരത്തിൽ വസിക്കുന്നില്ല, നടക്കുന്നില്ല. अंधकार और उजाला एक साथ नहीं रहता है. നോക്കുക, ഇരുളും വെളിച്ചവും ഒരുമിച്ച് വസിക്കുന്നില്ല. ये रूम में अंधेरा आप देख सकते हैं? ഈ റൂമിൽ ഇപ്പൊ ഇരുട്ടുണ്ടോ? नहीं है, ഈ റൂമിൽ ഇരുട്ടില്ല. क्योंकि उजाला है. എന്തുകൊണ്ടെന്നാൽ ഇവിടെ പ്രകാശമുണ്ട്. जैसे लाइट बंद हो जाता अंधेरा आ जाता है. എന്നാൽ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇരുള് കടന്നു വരുന്നു. कोएक्सिस्ट नहीं होता है. അതിന്റെ അർത്ഥം ഇത് രണ്ടും ഒരുമിച്ച് വസിക്കുന്നില്ല, സഹവസിക്കുന്നില്ല. तो यीशु के साथ भी प्रेम है, दुनिया का साथ भी प्रेम है, पाप में चलता भी है, यीशु के साथ भी प्रेम है, ये दोनों एक साथ नहीं हो सकते. അങ്ങനെയാണെങ്കിൽ ലോകത്തെ സ്നേഹിക്കുന്നു, യേശുവിനെ സ്നേഹിക്കുന്നു, ലോകപ്രകാരവും നടക്കുന്നു, യേശുവിന്റെ ഇഷ്ടം പോലെ നടക്കുന്നു, അങ്ങനെ ഒരു കാര്യമില്ല ദൈവമക്കളെ. जॉन एक अपोस्टल, मैंने अपने पर्सनल स्टडी में देखा, ब्लैक एंड व्हाइट. യോഹന്നാനെ പറ്റി ഞാൻ അപ്പോസ്തലനായിരിക്കുന്ന വ്യക്തികളിൽ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. मतलब आप ब्लैक नहीं तो व्हाइट है. തൻ്റെ പറച്ചില് ഒന്നെങ്കിൽ നിങ്ങൾ വെള്ളയായിരിക്കും അല്ലെ കറുപ്പായിരിക്കും. वो ये नहीं बोलते कि हाँ थोड़ा ग्रे है. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരല്പം ഗ്രേ നിറത്തിലായിരിക്കുന്നു എന്ന് താൻ പറയാറില്ല. जॉन ऐसा कभी नहीं बोलता है. യോഹന്നാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. अब उसका सुसमाचार पढ़ के देखे, लेटर्स पढ़ के देखे, रेवलेशन पढ़ के देखे, 5 बुक में भी ब्लैक और व्हाइट. അത് നോക്കുക, തന്റെ സുവിശേഷങ്ങൾ വായിച്ചു നോക്കുക, തന്റെ ലേഖനങ്ങൾ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം തന്നിലൂടെ എഴുതപ്പെട്ടത് അത് വായിച്ചു നോക്കുക. ഇതിലൊന്നും താൻ ഒരു ഇടനില പറയുന്നില്ല. താൻ ഒന്നെങ്കിൽ വെളുപ്പ് അല്ലെങ്കിൽ കറുപ്പ് എന്നതായ ഒരു വ്യത്യസ്തത വ്യക്തമായി പറയുന്നു. एक एग्जांपल देता हूँ, ഒരു ഉദാഹരണം लेने പറയട്ടെ. के लिए टाइम नहीं है. वर्सेस വാക്യം എടുക്കുവാൻ സമയമില്ല. 1 जॉन 2:15 में लिखा है, 1 യോഹന്നാൻ 2:15 എഴുതിയിരിക്കുന്നത്, जो दुनिया से प्रेम करता है उसके अंदर पिता का प्रेम नहीं. താൻ വ്യക്തതയോടെ പറയുന്നത്, ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിന്റെ സ്നേഹം വസിക്കുന്നില്ല. ब्लैक एंड व्हाइट देखा आपने? നോക്കുക, എത്ര വ്യക്തമാണ് ആ കാര്യം. दुनिया से प्रेम करता है तो 100% उसके अंदर बाप का प्रेम नहीं है. താൻ പറയുന്നത്, ലോകത്തെ സ്നേഹിക്കുന്നവന്റെ ഉള്ളിൽ 100% ദൈവസ്നേഹം ഇല്ല जो എന്നുള്ളതാണ്. भाई से नफरत करता है अभी भी अंधेरे में. അത് സഹോദരനെ പകയ്ക്കുന്നവൻ ഇപ്പോഴും ഇരുളിലായിരിക്കുന്നു എന്ന് വ്യക്തമായി പറയുന്നു. वो ये नहीं बोलता वो संडे आता है चर्च में लेकिन भाई से नफरत है. नो, ऐसा नहीं बोलता है. താൻ ഇങ്ങനല്ല പറയുന്നത്, സഹോദരനെ വെറുക്കുന്നെങ്കിലും ഞായറാഴ്ചകളിൽ ദൈവസഭയിൽ വരുന്ന ഒരു സഹോദരൻ എന്ന് പറയുന്നില്ല. वो बहुत आराधना करता है, वो भी नहीं बोलता है. അല്ലെങ്കിലും വളരെ നല്ലതായിട്ട്
എങ്കിലും ആരാധിക്കുന്നവനാണ് എന്ന് പറയുന്നില്ല. भाई से नफरत करने वाला is still in the darkness. തന്റെ കാര്യം വളരെ വ്യക്തമാണ്. സഹോദരനോട് ഇപ്പോഴും പക വെച്ചുകൊണ്ടിരിക്കുന്നവൻ ഇരുളിൽ വസിക്കുന്നു. ये ब्लैक एंड व्हाइट इधर देखा आप लोग ने? അതെ, ഇത്രത്തോളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെ വ്യക്തത നാം ഇവിടെ കണ്ടു. जो मेरे पीछे हो लेगा, നോക്കുക, യേശുവും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്, എന്നെ അനുഗമിക്കുന്നവൻ फिर अंधेरे में नहीं चलेगा. അവൻ ഇരുളിൽ നടക്കത്തില്ല. Praise the Lord. ആമേൻ. हम लोग का नेचर क्या था? हम लोग ने ऑलरेडी ये सब कवर किया है, इसलिए मैं रिपीट नहीं कर रहा हूँ. हमारा नेचर क्या है बाय द वे? എന്നാൽ നമ്മളുടെ നേച്ചർ എന്താണ്? जॉन 3:18-19 में देखा कि हम लोग अंधेरे को पसंद करते हैं. അത് നോക്കുക, നമ്മുടെ രീതി എന്താണെന്നറിയാമോ? നാമോ ഇരുളിനെ ഇഷ്ടപ്പെടുന്നവരത്രേ. और उजाले में नहीं आते हैं. അല്ലെങ്കിൽ വെളിച്ചത്തിൽ വരാൻ ആഗ്രഹിക്കാത്തവരാണ് നമ്മൾ. उजाला में आने के लिए भी नहीं चाहते. അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് വരണമെന്നൊരു ആഗ്രഹവും ഇല്ലാത്തവർ. लेकिन जब जीसस हमारे जीवन में आया तो ये उल्टा हो गया. എന്നാൽ യേശു നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് നമ്മളിൽ ഒരു വ്യത്യാസം ഉണ്ടായത്. जो चीज से हमें नफरत था वो चीज से हमें प्यार होना शुरू हो गया. അത് ഏത് കാര്യത്തിനോടാണോ നമുക്ക് താല്പര്യം ഇല്ലാതിരുന്നത് അതിലേക്ക് നമ്മുടെ താല്പര്യം വളരുവാൻ തുടങ്ങി. अंधेरे को प्रेम करता था, अभी जीसस आया तो अंधेरे को नफरत करता है. അത് നോക്കുക, നാം ഇരുളിനെ സ്നേഹിച്ചവരാണ്. യേശു ജീവിതത്തിൽ വന്നതോടെ ഇരുളിനോട് നമുക്ക് വെറുപ്പായി. That proves that आपके अंदर सच्चा सेविंग फेथ आया है. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് രക്ഷാകരമായ വിശ്വാസം വന്നിരിക്കുന്നു. इसको हम लोग आगे के दिनों में इसको थोड़ा सा और सीखेंगे. അതെ, ഈ വിഷയത്തെ നമുക്ക് വരും ദിനങ്ങളിൽ ഇനിയും പഠിക്കാം. लेकिन एक बात बोलकर मैं आज का ये मैसेज यहाँ पर बंद ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് നിർത്തിക്കൊള്ളട്ടെ. जीसस के पीछे चलने वाला व्यक्ति अंधेरे को हेट करेगा. യേശുവിന്റെ പിന്നാലെ യേശുവിനെ അനുഗമിക്കുന്നവൻ ഇരുളിനെ വെറുക്കുവാനിടയായി തീരും. हेट करना और पसंद नहीं करने में फर्क है. ഒരു കാര്യത്തെ വെറുക്കുക എന്ന് പറയുമ്പം അത് ഒരു കാര്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. डिफरेंस है. अभी मैं आपके घर में आया, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നു. आपने बोला पास्टर कॉफी ले लो, അപ്പം നിങ്ങൾ പറയുന്നു, പാസ്റ്ററെ കോഫി തരട്ടെ. तो मैं बोला नहीं मुझे कॉफी पसंद नहीं है. ഞാൻ പറഞ്ഞു, കോഫി എനിക്ക് അത്ര ഇഷ്ടമില്ല. तो मैंने बोला आपके पास चाय है? ഞാൻ അവരോട് ചോദിച്ചു, ചായ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? नहीं चाय नहीं है पास्टर जी. അപ്പം നിങ്ങൾ പറഞ്ഞു ചായ ഇല്ല. तो मैं क्या बोलूँगा? അപ്പം ഞാൻ എന്ത് പറയും? हाँ ठीक है, पसंद नहीं है तो भी लेके आओ. എന്നാൽ കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ കോഫി തന്നെ എടുത്തു. लेकिन अगर मैं बोलूँगा എന്നാൽ ഞാൻ നിങ്ങളോട് പറയുവാന്നിരിക്കട്ടെ, आई हेट कॉफी, എനിക്ക് വെറുപ്പാണ് കാപ്പി എന്ന് പറയുന്നത്, आप कितना भी बोलेंगे तो मैं नहीं लूँगा उससे. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെത്ര പറഞ്ഞാലും വെറുക്കുന്നതായ ഇതിനെ ഞാൻ തൊടുകയില്ല. ये डिफरेंस देखा आपने? ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായോ? तो पाप को पसंद नहीं है ऐसा नहीं होगा, पाप को नफरत करेंगे ऐसा होगा. അതെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം? പാപത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല, പ്രത്യുത പാപത്തെ വെറുക്കുന്നവരായിരിക്കണം. इस चर्च के अंदर आने वाले ज्यादातर विश्वासी लोग को बहुत कुछ पाप पसंद नहीं है. അതെ, നമുക്കറിയാം, ദൈവസഭയിൽ വരുന്ന അനേക വിശ്വാസികൾക്ക് അനേക പാപങ്ങളും ഇഷ്ടമല്ലാത്തവരാണ്. झूठ बोलना पसंद नहीं है, എന്തുകൊണ്ടാണ്? കള്ളം പറഞ്ഞ ഇഷ്ടമില്ല, चुगली करना पसंद नहीं है, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെ गॉसिप, പിറവ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് അത് താല്പര്യമില്ല, झगड़ा करना पसंद नहीं है. അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നത് ഇഷ്ടമില്ല. लेकिन मौका आएगा तो झगड़ा करेगा. എന്നാൽ ഒരു അവസരം അതിനുണ്ടായ വഴക്കൊക്കെ ഉണ്ടാക്കും. मौका आएगा तो बोलेगा बाइबल इधर रख के बोलेगा बाइबल सब बाद में, अभी ये बात होने दो. അതെ, അല്ലെങ്കിൽ ഒരു അവസരം വന്നാൽ വേദപുസ്തകമൊക്കെ കൊണ്ട് മാറ്റി വെക്കാം, അതിന്റെ അവസരം ഇപ്പം നമുക്ക് ഇത് സംസാരിക്കാമെന്ന് പറയാം. झूठ बोलना पसंद नहीं है, കള്ളം പറയുന്നത് ഇഷ്ടമില്ല. लेकिन मौका आएगा तो फिर बोलना ही पड़ेगा ना, फिर कैसे रुकेगा पास्टर जी? പക്ഷേ എങ്കിൽ സാഹചര്യം വന്നാൽ പറയണ്ടേ, അല്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകും പാസ്റ്ററെ? Why? What is the problem here? നിങ്ങൾക്ക് അറിയാമോ ഇവിടെ എന്താണ് പ്രശ്നം? ये सारा चीज से हम लोग हेट नहीं करते. ഈ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഈ പാപങ്ങളെ നാം വെറുക്കുന്നില്ല എന്നുള്ളത് അത്രയും. जीसस के पीछे चलने वाला व्यक्ति अंधेरे को नफरत करेगा. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി താൻ ഇരുളിനെ വെറുക്കുന്നവനായി अभी തീരും. ये सब मैंने झूठ गॉसिप ये सब नेगेटिव बातें बोला, राइट? അത് ഞാനിപ്പോൾ കള്ളത്തരം അല്ലെങ്കിൽ കുറ്റം പറയുന്ന, ഏഷണി പറയുന്ന എന്നൊക്കെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞില്ലേ? बाइबल रीडिंग के टाइम വേദപുസ്തക വായന സമയത്ത് 3 घंटे न्यूज देखना पाप है क्या? 3 മണിക്കൂർ ന്യൂസ് കാണുന്നത് പാപമാണോ? अयो, हाँ पाप है? देखो नहीं बोल रहे क्योंकि वो पॉजिटिव. और न्यूज में क्या गलती है? न्यूज में प्रॉब्लम नहीं है, ബൈബിൾ റീഡിംഗ് സാക്രിഫൈസ് हो गया. അത് നോക്കുക, വേദപുസ്തകം വായിക്കേണ്ട സമയത്ത് നിങ്ങൾ ന്യൂസ് കണ്ടപ്പോൾ എന്താ അതിനകത്ത് തെറ്റ്? ന്യൂസ് തെറ്റാണോ? അല്ല, പക്ഷേ വേദപുസ്തകം വായിക്കേണ്ട സമയത്തിനെയാണ് നിങ്ങൾ അവിടെ ഇല്ലായ്മയാക്കിയത്. समझ में आ रहा है आप लोग?
इवन फेलोशिप, पर्सनल फेलोशिप विद द फादर में प्लेशर, हमारा लेशर टाइम, वो भी एक पाप जैसा हो जाता है. അത് നമ്മുടെ പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിന് നമ്മൾ പകരമായി നമ്മുടെ സുഖലോലുപതകൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹ നിവൃത്തികളുടെ പുറകെ ഒക്കെയാണ് നാം പോകുന്നതെങ്കിലും അതും പാപമായി വരും. यीशु मसीह ने क्या किया? യേശു എന്താണ് ചെയ്തത്? वो अपने आप को अलग कर कर ही स्पेंड टाइम विद द फादर. അത് തന്നെ താൻ മറ്റുള്ളവരിൽ നിന്ന് വേർപെടുത്തി താൻ പിതാവായ ദൈവവുമായി സമയം ചെലവഴിക്കുന്നു. ट्रूली फॉलो करने के लिए प्रभु हम सब लोग को शक्ति और सामर्थ्य, അത് യേശുവിനെ യഥാർത്ഥമായി പിൻപറ്റുവാൻ ദൈവം നമ്മളെ തന്റെ ശക്തിയാലും കൃപയാലും നിറയ്ക്കട്ടെ. और अंधेरे को हम लोग नफरत करें. അത് അന്ധകാരത്തെ നാം വെറുക്കുന്നവരായി वो തീരട്ടെ. कैसा भी रैपर में आए, वो कैसा भी सुहावना दिखे, वी मस्ट हेट इट. അത് ഈ അന്ധകാരം അത് എത്ര തന്നെ പൊതിഞ്ഞു വന്നാലും എത്ര മനോഹരമായി തോന്നിയാലും അതിനെ നാം വെറുക്കുന്നവരായി തീരട്ടെ. Let us close our eyes. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.